പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്തരുടെ പരിശുദ്ധ നാമം മഹിമപ്പെടുവதாக. കൃപയാൽ ഈ പ്രാവശ്യവും നമുക്ക് അനുഗ്രഹീതമായൊരു കൺവെൻഷൻ കർത്താവ് ദാനമായി തന്നു. കൃപയിനാലെ இந்த ஆண்டிலும் ஆண்டவர் நமக்கு ஆசீர்வதிக்கப்பட்டதான ஒரு கன்வென்ஷனை ഒരു ഈവാഹ തന്തറിലിരിക്കുകയാണ്. ഈ ആരാധനയുടെ ആരംഭം മുതൽ ദൈവത്തിൻ്റെ മഹനീയമായ സാന്നിധ്യം ഇവിടെ ഉണ്ടായിരുന്നത് ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. இந்த ஆராதனையின் துவக்கம் முதல் தானே ஆண்டவருடைய மகிமையான பிரசன்னம் നമ്മുടെ മധ്യയിലെ അസൈവാടിക്കൊണ്ടിരുന്നപടിയാൽ ദൈവനെ നന്ദിയോട് സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകൾ പാടി ആത്മാവിൽ ശക്തിയോടെ ആരാധിപ്പാൻ കർത്താവ് ഭാഗ്യം തന്നു. ആശീർവദിക്കപ്പെട്ടതാണ് പാട്ടുകളെ പാടി ആവിயின் ബലനോട് ദൈവനെ തുതിത്തുകൊള്ള ആരാധിക്ക കൃപ ചെയ്താർ. അനുഗ്രഹിക്കപ്പെട്ട ഒരു അനുഭവ സാക്ഷ്യവും കേൾക്കുവാൻ കർത്താവ് ഭാഗ്യം തന്നു. ഒരു ആശീർവദിക്കപ്പെട്ടതാണ് അനുഭവ സാക്ഷി കേൾക്കവും ആണ്ടവർ ഉദവി ചെയ്താർ. ഇന്ന് നമുക്ക് ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. നമ്മുടെ ഗവനത്തെ ദേവനുടെ വചനത്തിക്ക് നേരാக തിരുപ്പുவோம். സങ്കീർത്തനങ്ങളിലേക്ക് നമ്മുടെ ബൈബിൾ തുറക്കാം. നമ്മുടെ വേദാഗമത്തെ സംഗീതത്തിക്ക് നേരാக തിരുപ്പുவோം. 24-ാം സങ്കീർത്തനത്തിന്റെ 7ാമത് വാക്യം വായിക്കാം. 24ാം സംഗീതം 7ാം വചനം. வாசல்களே உங்கள் தலைகளை உயர்த்துங்கள், அநாதி கதவுகளை உயருங்கள், மகிமையின் ராஜா உட்பிரவேசிப்பார். വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ, പണ്ടേയുള്ള കതകുകളെ ഉയർന്നിരിപ്പിൻ, മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്തരുടെ പരിശുദ്ധ നാമം മഹിമപ്പെടുവதாக. ദാവീദിന്റെ മനോഹരമായ സങ്കീർത്തനങ്ങൾ ഒന്നാണ് 24ാം സങ്കീർത്തനം. ദാവീദ് ഇയற்றின സംഗീതങ്ങളിലെ അരുമயான സംഗീതങ്ങളിലെ ഒരു സിറந்த സംഗീതം தான் ഇത്. 22, 23, 24 സങ്കീർത്തനങ്ങൾ ഒരു മുപ്പിരിച്ചരടിന്റെ 3 പിണികൾ അഥവാ ഇഴകൾ എന്ന പോലെ നമുക്ക് കാണാം. 22, 23, 24 സംഗീതങ്ങൾ അത് മൂന്നായി ചേർത്ത് കെട്ടപ്പെട്ടതാണ് ഒരു കയറ്റിൻ. അത് 3 കയറുകൾ പോലെ കാണപ്പെടുகிறது. കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പ് കർത്താവായ യേശുവിന്റെ കഷ്ടാനുഭവങ്ങളെയും തന്റെ ക്രൂശ് മരണത്തെയും ക്രൈസ്തവ സ്നേഹിതർ ധ്യാനിക്കുന്ന ദിനങ്ങളായിരുന്നല്ലോ. കടந்த മാസത്തിലെ ஆண்டவராய் இயேசு கிறிஸ்துவின் சிலுவை பாடுகளை அவருடைய சிலுவை மரணத்தை எல்லாம் நம்முடைய கிறிஸ்தவ நண்பர்கள் தியானிக்கும் நாட்களாக இருந்தது. 22ാം സങ്കീർത്തനത്തിൽ അത് വ്യക്തമായി ദാവീദ് പാടിയിരിക്കുകയാണ്. 28ാം സംഗീതത്തിലെയും ദാവീദ് அதை குறித்து தெளிவாக பாடியிருக்கிறார். 23ാം സങ്കീർത്തനത്തിൽ ആട്ടിൻകൂട്ടത്തിന് ലഭിക്കുന്ന ദിവ്യമായ ആത്മീയ അനുഭവങ്ങളെ കുറിച്ച് നന്നായി പാടിയിരിക്കുന്നു. 23ാം സംഗീതത്തിലെ மந்தைக்கு கிடைக்கும் திவ்யமான ஆசீர்வாதங்களை குறித்து மிகவும் அழகாக பாடியிருக்கிறார். 24ാം സങ്കീർത്തനത്തിൽ മരിച്ച് അടക്കപ്പെട്ട ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശു ക്രിസ്തു സ്വർഗത്തിലേക്ക് കരേറിപ്പോയി നമുക്ക് വേണ്ടി, എനിക്കും നിങ്ങൾക്കും വേണ്ടി ദിവ്യമായ പുതിയ ചില വാതിലുകൾ തുറന്നതായിട്ട് കാണുവാൻ കഴിയും. 24ാം സംഗീതത്തിലെ ആണ്ടവരായ യേശു ക്രിസ്തു അവർ നമുക്കാக பாடுகளை சகித்து மரித்து அடக்கம் பண்ணப்பட்டு அவர் பரமேறி சென்று அவர் அங்கு திவ்யமான ஆசீர்வாதங்களின் வாசல்களை நமக்காக திறந்திருப்பதை காண முடியும். ഈ സങ്കീർത്തനത്തിന് ഒരു പശ്ചാത്തലവുമുണ്ട്. இந்த സംഗീതത്തിற்கு ഒരു പിന്നണിയുണ്ട്. 2 ശമൂവേൽ 6ാം അധ്യായത്തിൽ നാം വായിക്കുമ്പോൾ 2 ശമൂവേലിൻ പുസ്തകം 6ാം അധികാരത്തിലെ ഒരു കാലത്ത് യഹോവയുടെ നിയമപ്പെട്ടകം ഗിത്യനായ ഓബേദെദോമിന്റെ വീട്ടിൽ 3 മാസങ്ങൾ ആയിരുന്നു. ഒരു കാലയളവിലെ தேவனுடைய இந்த உடன்படிக்கை பெட்டியானது கித்தியன் என்கிறதான ஓபேதின் வீட்டிலே இருந்தது 6 மாத காலம். ആ 3 മാസക്കാലം യഹോവയുടെ നിയമപ്പെട്ടകം ഈ ഓബേദെദോമിന്റെ ഭവനത്തിൽ ഇരുന്നതിനാൽ അവനെയും അവനുള്ളതിനെ എല്ലാറ്റെയും ദൈവം അനുഗ്രഹിച്ചു. 3 மாத காலம் அவனுடைய வீட்டிலே இந்த உடன்படிக்கை பெட்டி இருந்தபடியினால் அவனையும் அவனுக்கு சார்ந்த யாவற்றையும் தேவன் ஆசீர்வதித்தார். ഇസ്രായേൽ രാജാവായ ദാവീദ് ഈ വർത്തമാനം കേട്ടപ്പോൾ ഈ പെട്ടകം യെരുശലേം നഗരത്തിലേക്ക് കൊണ്ടുവരുവാൻ വീണ്ടും പദ്ധതി ഒരുക്കി. ഇസ്രായേലിൻ രാജാവായ ദാവീദ് இந்த செய்தியை கேட்ட பொழுது மறுபடியுமாக இந்த உடன்படிக்கையை பெட்டி യെരുശലേമിലേക്ക് കൊണ്ടുവരുம்படியான திட்டத்தை தீட்டினான். അതിനുവേണ്ടിയുള്ളതായ ക്രമീകരണങ്ങൾ ചെയ്യുമ്പോൾ ഒരു ഗായക സംഘത്തെ തന്നെ ഇതിന്റെ മുമ്പിൽ പാടുവാനും നൃത്തം ചെയ്യുവാനും ആനന്ദിക്കുവാനുമായി താൻ ഒരുക്കി നിർത്തി. அதற்கான ஆயத்த வேலைகளை செய்யும் பொழுது அதற்கு முன்பாக பாடல்களை பாடும்படியாக ஒரு பாடல் குழுவையும் ஒரு நடன குழுவையும் அவன் ஏற்படுத்தினதாக காண்கிறோம். ഇങ്ങനെ അവർ ആർപ്പോടും നൃത്തത്തോടും സംഗീതത്തോടും കൂടെ ഈ നിയമപ്പെട്ടകം യെരുശലേം നഗരത്തിലേക്ക് കൊണ്ടുവരികയാണ്. இப்படியாக அவர்கள் ஆர்ப்பரிப்போடும் நடனத்தோடும் பாடல்களோடும்
உடன்படிக்கை பெட்டியை அவர்கள் எருசலேமுக்கு கொண்டு வந்தார்கள். പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർ പെട്ടകവുമായി യെരുശലേം നഗരവാതിലിന് സമീപിക്കുമ്പോൾ இந்த பெட்டியை சுமக்கின்றதான ஆசாரியர்கள் அந்த பெட்டியை சுமந்து கொண்டு அவர்கள் இந்த நகரத்தின் வாசலுக்கு சமீபித்த பொழுது ഗായക സംഘം ഉറച്ച സ്വരത്തിൽ മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ എന്ന് ആർത്തു പാടുകയാണ്. பாடல் குழு அவர்கள் மிகவும் சத்தமிட்டு மகிமையின் ராஜா உட்பிரவேசிப்பதாக என்று சொல்லி அவர்கள் ஆர்ப்பரிக்கிறார்கள். അതാണ് നമുക്ക് ഈ വായിച്ച 24:7 കാണുവാൻ കഴിയുന്നത്. നാം ഇപ്പോഴത്തെ വാസിക്ക കേട്ടതാണ് 24-ാം സംഗീതത്തിൻ 7-ാം വചനത്തിലെ അതേതാൻ നാമും കേൾக்கிறோம். ഇത് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശുക്രിസ്തു നമുക്കായി പിതാവിന്റെ സന്നിധിയിൽ പോയി തുറന്നതായ ചില വാതിലുകളെ കുറിച്ച് മനസ്സിലാക്കി തരുന്നു. நமக்காக மரித்து அடக்கம் பண்ணப்பட்டு பரமேறி சென்று பிதாவினிடை சென்றதான ஆண்டவராய் இயேசு கிறிஸ்து நமக்காக திறந்து வைத்திருக்கிறதான சில வாசல்களை இது சுட்டிக்காட்டுகிறது. ബൈബിൾ ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ നാം പരിശോധിച്ചാൽ വിവിധങ്ങളായ വാതിലുകളെ കുറിച്ച് കാണുവാൻ കഴിയുന്നുണ്ട്. നാം വേദാഗമത്തെ ആദിയാകം തുവങ്ങി வெளிப்படுத்தின விசேஷம் வரைக்கு நன்கு ஆராய்ந்து பார்த்தால் நாம் பலவிதமான வாசல்களை அங்கே காண முடிகின்றது. ഒരു ഭവനമാണെങ്കിൽ അതിലേക്ക് കയറുന്നതിനും ഇറങ്ങുന്നതിനും അതിൽ പാർക്കുന്നവർക്ക് ഒരു വാതിൽ ആവശ്യമാണ്. ഒരു വീടാனால் அதிலே தங்குகிறவர்கள் அதற்குள்ளே செல்லவும் வெளியே போகவும் வாசல் தேவையாக இருக்கிறது. ആ ഭവനത്തിന് എത്ര മുറികളുണ്ടോ അതിനെല്ലാം വാതിൽ ആവശ്യമാണ്. அந்த வீட்டிற்குள்ளே எத்தனை அறைகள் உண்டோ அவைகளுக்கெல்லாம் வாசல் தேவை. ഇതൊരു സ്ഥാപനമാണെങ്കിലും അതിന് വാതിലുകൾ ആവശ്യം. ഇനി ഒരു நிறுவனமாக இருந்தாலும் வாசல் தேவை. ആരാധന ആലയമാണെങ്കിലും വാതിൽ ആവശ്യം. ഒരു ആരാധന കൂടமாக இருந்தாலும் வாசல் தேவை. ഇസ്രായേൽ ജനം മരുഭൂമി യാത്രയിൽ ദൈവത്തെ ആരാധിച്ച വിധം നമുക്ക് പുറപ്പാട് പുസ്തകത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. ഇസ്രായേൽ ജനങ്ങൾ വനാന്തരത്തിലെ ദേവനെ ആരാധിച്ചതാന വിധത്തെ നാം യാത്രാഗമത്തിലെ കാണുகிறோம். അവിടെ അവർക്ക് ദൈവം സമാഗമന കൂടാരമെന്ന താൽക്കാലികമായ ഒരു ആരാധന സ്ഥലം ഒരുക്കി കൊടുത്തു. அங்கே தேவன் அவர்களுக்கு ஆசரிப்பு கூடாரம் என்கிறதான ஒரு தற்காலிகமான ஒரு ஆராதனை இடத்தை ஆயத்தம் பண்ணி கொடுத்தார். 100 മുഴം നീളവും 50 മുഴം വീതിയുമാണ് പ്രാകാരത്തിന്റെ അളവ്. அதற்கு நீளம் 100 முழம் அகலம் 50 முழம் இதுதான் அந்த பிராகாரத்தின் அளவு. അതിലേക്ക് പ്രവേശിപ്പാൻ 20 മുഴം വീതിയുള്ള ഒരു വാതിൽ ഉണ്ടായിരുന്നു. அதற்குள்ளே நுழையும்படியாக 20 முழம் அகலமுள்ள வாசல் இருந்தது. അതിനുശേഷമായി വിശുദ്ധ സ്ഥലത്തേക്കും അതിപരിശുദ്ധ സ്ഥലത്തേക്കും കയറുവാനായിട്ട് പ്രത്യേക വാതിലുകൾ ഉണ്ടായിരുന്നു. அதற்கு பின்பாக பரிசுத்த ஸ்தலத்திற்குள்ளாகவும் மகா பரிசுத்த ஸ்தலத்திற்குள்ளாகவும் செல்லும்படியாக தனித்தனியான வாசல் இருந்தது. ഇങ്ങനെ ബൈബിൾ ഉടനീളം നാം പരിശോധിച്ചു നോക്കിയാൽ വാതിലുകളെ കുറിച്ച് കാണാം. இப்படியாக நாம் வேதாகமத்தை முழுவதாக ஆராய்ந்து பார்த்தால் பல வாசல்களை காண முடியும். യെരുശലേം നഗരത്തിന് വൻ മതിലും അതിൽ പല വാതിലുകളും ഉണ്ടായിരുന്നതായിട്ട് ബൈബിൾ അറിയാവുന്നവർക്കെല്ലാം മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടല്ലോ. യെരുശലേം നഗരത്തിற்கு ഉയർന്നதான മതിലും അതിലെ പല വാസലുകൾ ഇരുപ്പதாக വേദാഗമത്തെ പഠിത്തവர்களுக்கு தெரியும். ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആണ്ടവരുടെ പരിശുദ്ധ നാമം മഹിമപ്പെടുവதாக. ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശു ക്രിസ്തു പിതാവിന്റെ അടുക്കലേക്ക് പോയി നമുക്ക് വേണ്ടി അനുഗ്രഹീതമായ വാതിലുകൾ തുറന്നതായിട്ട് തിരുവചനം വ്യക്തമായി പഠിപ്പിക്കുന്നു. ഉയർത്തെഴുന്ന യേശു അവർ പിതാവിനண்டை சென்று நமக்காக ஆசீர்வாதத்தின் வாசல்களை திறந்து வைத்திருக்கிறதாக நமக்கு காண முடியும். തന്റെ പരസ്യ ശുശ്രൂഷ വേളയിലും യേശു വാതിലുകളെ കുറിച്ച് പറഞ്ഞിരുന്നതായി കാണുന്നുണ്ട്. தம்முடைய வெளியரங்கமான ஊழியத்தின் சந்தர்ப்பத்திலேயும் இயேசுவானவர் வாசல்களை குறித்து பேசியிருப்பதாக காண முடியும். വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 9-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ യേശു അന്ന് ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും, അവൻ അകത്ത് വരികയും പുറത്തു പോകുകയും മേച്ചൽ കണ്ടെത്തുകയും ചെയ്യും. പരിശുദ്ധ യോവാൻ എഴുതിன சுவிசேஷம் 10-ாம் அதிகாரம் 9-ாம் வசனத்திலே இயேசு இப்படியாக சொன்னார், நான் வாசலாக இருக்கிறேன், ஒருவன் என் வழியாக உள்ளே பிரவேசித்தால் அவன் உள்ளே வருவான், வெளியே போவான், அவன் மேய்ச்சலை கண்டடைவான். മാത്രമല്ല എന്നിലൂടെ അല്ലാതെ ആർക്കും പിതാവിന്റെ രാജ്യത്തിൽ അഥവാ പിതാവിന്റെ അടുക്കൽ എത്തുവാൻ കഴിയില്ല എന്നും യേശു പറഞ്ഞു. അത് மட்டுமல்லாமல் என் மூலமல்லாமல் ஒருவன் பிதாவின் ராஜ்யத்தினண்டை பிரவேசிப்பதில்லை என்றும் அவர் சொன்னார். വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ ഞാനാകുന്നു എന്ന് ക്രിസ്തു പറയുന്ന അനേക വസ്തുതകളിൽ ഒന്ന്
ആടുകളുടെ വാതിൽ ഞാനാകുന്നു എന്നുള്ളതാണ്. யோவான் எழுதின சுவிசேஷத்திலே இயேசுவானவர் பல சந்தர்ப்பத்திலே நான் நானாக இருக்கிறேன் என்று சொல்லும் பொழுது அவர் அப்படி குறிப்பிட்ட சொன்ன ஒரு விஷயம், நான் வாசலாக இருக்கிறேன். പഴയ നിയമത്തിൽ മഹാപുരോഹിതന് മാത്രം ആണ്ടിലൊരിക്കൽ പ്രവേശിപ്പാൻ അനുവാദമുള്ള അതിപരിശുദ്ധ സ്ഥലത്തെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പഴയ ഏർപ്പാട്ടിലെ പ്രധാന ആസാര്യനുക്ക് வருடത്തിൽ ഒരു മുறை மட்டும் പ്രവേശിക്ക അനുമതി ഇരുന്നതാണ് മഹാപരിശുദ്ധ സ്ഥലത്തെ കുറിച്ച് നാം കற்றுക്കൊള്ളുകയും. അതും തന്റെ പാപത്തിന്റെ പരിഹാരത്തിനും മുഴുവൻ ഇസ്രായേലിന്റെ പാപത്തിന്റെ പരിഹാരത്തിനും വേണ്ടിയായിരുന്നു ആണ്ടിലൊരിക്കൽ താൻ പ്രവേശിക്കുന്നത്. അത് തன்னுடைய പാപ നിവൃത്തിക്കാகவும் മുഴു ഇസ്രായേലിൻ പാപ നിവൃത്തിക്കാகவும் അവൻ வருடத்திலே ഒരു മുறை അങ്ങേ പ്രവേശിക്ക വേണ്ടിയിരുന്നത്. അപ്പോൾ തന്നെ താൻ മഹാപുരോഹിതനാണെങ്കിലും ഒരു കൈയിൽ രക്തവും മറുകൈയിൽ ധൂപകലശവുമായിട്ടാണ് അതിപരിശുദ്ധ സ്ഥലത്തേക്ക് കയറുന്നത്. അവൻ പ്രധാന ആസാര്യനാக இருந்தாலும் ഒരു കരത്തിലെ രക്തത്തോടും മറുകരത്തിലെ ധൂപകലശത്തോടും കൂടെത്താണ് അവൻ അങ്ങേ ചെല്ല വേണ്ടത്. ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആണ്ടവരുടെ പരിശുദ്ധ നാമം മഹിമപ്പെടുവതാകട്ടെ. ഇതിന്റെ അർത്ഥം ഒരു സാധാരണ ഇസ്രായേലിന് അതിപരിശുദ്ധ സ്ഥലത്ത് കയറുവാൻ അനുവാദമില്ല. ഇതിന് കരുത്ത് എന്നവെന്നാൽ ഒരു സാധാരണமான ഇസ്രായേലിനുക്ക് മഹാപരിശുദ്ധ സ്ഥലത്തിലെ പ്രവേശിക്കുമ്പടിയാണ് അനുമതിയില്ല. എന്നാൽ നമ്മുടെ അരുമനാഥനായ കർത്താവായ യേശുക്രിസ്തു തന്റെ കാൽവറി യാഗത്താൽ എന്താണ് നമുക്ക് നിവർത്തിച്ചത്? ஆனால் நம்முடைய பிரிய நேசர் ஆண்டவர் இயேசு கல்வாரி பலியின் மூலமாக நமக்காக என்ன செய்து முடித்தார்? എബ്രായ ലേഖനം 4-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ എബ്രായ നിരുപം 4-ാം അധികാരം 15-ാം വചനത്തിലെ അവിടെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ ഒരു മഹാപുരോഹിതനായി നമുക്ക് കാണാം. അങ്ങേ നമ്മുടെ ആണ്ടവരായ യേശുവേ നമുക്കൊരു പ്രധാന ആസാര്യരാக കാണ முடியும். ഈ മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിവുള്ളവനാണ് എന്നാണ് ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത്. இந்த மகாபிரதான ஆசாரியர் நம்முடைய பலவீனங்களை குறித்து പരിതപിக்க കൂടിയവർ என்று அங்கே காண்கிறோம். ആയതുകൊണ്ട് 16-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അതിനാൽ 16-ാം വചനത്തിലെ കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിനടുത്ത് ചെല്ലുക എന്ന് കാണും. ആദലാൽ നാം ഇറക്കത്തെ പെരവും ഏറ്റ സമയത്തിൽ സഹായം ചെയ്യും കൃപയെ അടയവും ധൈര്യമായി കൃപാസനത്തിന്റെയിൽ ചേരക്കടവും. അവിടെ നാം എന്ന ആ പദത്തിന് വലിയ അർത്ഥമുണ്ട്. അങ്ങേ നാം എന്ന് ചൊല്ലപ്പെട്ടിരിക്കുന്ന വാർത്തയ്ക്ക് പെരിയ അർത്ഥങ്ങളുണ്ട്. മുൻപ് അതിപരിസ്ഥലത്തേക്ക് മഹാപുരോഹിതന് മാത്രം ആണ്ടിലൊരിക്കൽ മാത്രമേ കടക്കാൻ കഴിയുമായിരുന്നുള്ളൂ. മുന്തിന നാட்களிலே മഹാപ്രധാന ആസാര്യൻ மட்டுமே ആണ്ടിലെ ഒരു മുறை மட்டுமே അങ്ങേ ചെല്ല അനുമതി ഇരുന്നത്. അപ്പോൾ തന്നെ അവിടെ പുരോഹിതന്മാർക്കുണ്ട്, അവർക്ക് അനുവാദമില്ല. അപ്പോഴും അങ്ങേ ഇരുന്ന ആസാര്യകൾ ഇരുന്നാലും അവர்கள் உள்ளே செல்ல അനുമതിയില്ല. സാധാരണ പരിച്ഛേദനേറ്റ ഇസ്രായേലിനുണ്ട്, അവർക്ക് അനുവാദമില്ല. அங்கே விருத்தசேதனமுள்ளதான் இஸ்ரவேலர்கள் இருந்தார்கள், அவர்களுக்கும் அங்கே பிரவேசிக்க അനുമതി இல்லை. ഒരൊറ്റ സഹോദരിമാർക്ക് പോലും പ്രാകാരത്തിലോ വിശുദ്ധ സ്ഥലത്തോ അതിപരിസ്ഥലത്തോ കയറാവുന്നതല്ല. எந்த ஒரு சகோதரிக்கும் பிரகாரத்திற்குள்ளாக பரிசுத்த ஸ்தலத்திற்குள்ளாக மகாபரிசுத்த ஸ்தலத்திற்குள்ளாக பிரவேசிக்க അനുമതി ഇല്ലവേ இல்லை. എന്നാ ഇവിടെ ഇതാ എബ്രായർ 4:16 നാം എന്താണ് വായിക്കുന്നത്? ஆனால் இங்கே எபிரேயர் 4:16 நாம் என்ன வாசிக்க கேட்கிறோம்? കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി ആര് ആഗ്രഹിക്കുന്നുവോ இரக்கத்தை பெறும்படியாகவும் ஏற்ற சமயத்தில் சகாயம் செய்யும் கிருபையை அடையும்படியாகவும் யார் யார் வாஞ்சிக்கிறார்களோ. നിനക്ക് എത്ര വയസ്സുണ്ടെന്ന് അവിടെ ചോദ്യമില്ല. உன் வயது என்ன என்கிறதான கேள்வி இல்லை. നീ ഒരു പുരുഷനാണോ സ്ത്രീയാണോ എന്ന് ചോദിക്കുന്നില്ല. നീ ഒരു ആണാ പെണ്ണാ എன்கிற കേൾവി இல்லை. നമുക്ക് ധൈര്യമായി അടുത്ത് ചെല്ലുവാൻ ഒരു പ്രാപ്തനായ മഹാപുരോഹിതനുണ്ട്. നാം ധൈര്യமாக சென்றடையும்படியான நமக்காக திறமை வாய்ந்ததான ஒரு மகாபிரதான ஆசாரியர் இருக்கிறார். ഈ മഹാപുരോഹിതൻ എന്താണ് അവിടെ ചെയ്തത്? இந்த மகாபிரதான ஆசாரியர் என்ன செய்தார்? എബ്രായ ലേഖനം 10-ാം അധ്യായം 19 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു നോക്കിയാൽ എബ്രായ നിരുപം 10-ാം അധികാരം 19 മുതൽ 22 വരെയുള്ള വചനങ്ങളെ പഠിത്താൽ യേശു തന്റെ ദേഹമെന്ന തിരശ്ശീല മേൽ തൊട്ട് അടിയോളം രണ്ടായി ചീന്തി നമുക്ക് വേണ്ടി ഇതാ ജീവന്റെ പുതുവഴിയായി അതിപരിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശനം സിദ്ധിച്ചിരിക്കുന്നു. இங்கே இயேசுவானவர் தன்னுடைய சரீரம் என்னும் திரையை கிழித்து அவர் நமக்காக மகாபரிசுத்த ஸ்தலத்திலே பிரவேசிக்கும்படியாக ஜீவனும் புதிதுமான ஒரு மார்க்கத்தை திறந்து வைத்திருக்கிறார். യേശു കാൽവറിയിൽ യാഗമായപ്പോൾ, യേശു കൽവാരിയിലെ ബലിയാക മാറിന പൊഴുത് ഇതാ ആലയത്തിലെ തിരശ്ശീല മേൽ തൊട്ട് അടിയോളം രണ്ടായി കീറിപ്പോയി. ആലയത്തിൻ തിரை അത് മേലേ ഇருந்து കീഴേ വരയ്ക്കും இரண்டாக கிழிக்கப்பட்டது. അതുവരെയും കീറാത്ത
തിരശ്ശീല ഇതാ മേൽ തൊട്ട് അടിയോളം രണ്ടായി ചീന്തിപ്പോയി. அதுவரையும் கிழிக்கப்பட்டதான இந்த திரையானது மேலே இருந்து கீழே மட்டும் அது இரண்டாக கிழிக்கப்பட்டது. ഇവിടെ എന്താണ് നടന്നത്? இங்கே சம்பவித்தது என்ன? ഒരു മനുഷ്യൻ പിടിച്ച് കീറിയതല്ല, அதை ஒரு மனிதன் பிடித்து கிழித்ததல்ல. ഇത് എന്താണ് ഇവിടെ നടന്നത്? அங்கே சம்பவித்த காரியம் தான் என்ன? യേശു കർത്താവ് തന്റെ ദേഹമെന്ന തിരശ്ശീല എനിക്കും നിങ്ങൾക്കും അടുത്തും അകലെയുമായി നിന്ന് ഈ വചനം കേൾക്കുന്ന എല്ലാവർക്കുമായി ആ തിരശ്ശീല ചീന്തി. இயேசுவானவர் எனக்காக உங்களுக்காக சமீபத்திலே தூரமாக நின்று இந்த வார்த்தைகளை கேட்கிற உங்கள் ஒவ்வொருவருக்காக இயேசுவானவர் தேகம் என்னும் திரையை இரண்டாக கிழித்தார். ഇതാ ജീവനുള്ള പുതിയൊരു മാർഗം, ഒരു വാതിൽ അവൻ നമുക്ക് വേണ്ടി തുറന്നു തന്നു. இதோ ஜீவனும் புதிதுமான ஒரு மார்க்கத்தை, வாசலை நமக்காக அவர் மல்லாக்க திறந்தார். പ്രിയ സ്നേഹിതരെ, ഇതിനെന്താണ് യേശു നൽകിയത്? அருமையான சிநேகிதர்களே, ஆண்டவர் நமக்கு இதில் மூலமாக தந்ததுதான் என்ன? തന്റെ രക്തം മുഴുവൻ അതിനായി നമുക്ക് വേണ്ടി ഊറ്റി തന്നു. தம்முடைய இரத்தத்தை முழுமையாக நமக்காக சொரிந்தார். പഴയ നിയമത്തിൽ പല യാഗങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. பழைய ஏற்பாட்டிலே பலவிதமான பலிகளை குறித்து நாம் படித்திருக்கிறோம். ഭൂരിപക്ഷം യാഗങ്ങളിലും ആടുകള്, കാളകള്, പക്ഷികളെ പിളർന്നിരുന്നു, അഥവാ രക്തം ഒഴുകേണ്ടി വന്നു. அதில் பெரும்பான்மையான பலிகளிலே கண்டுக்கிடாக்களையும் ஆட்டுக்குட்டிகளையும் பறவைகளை எல்லாம் இரண்டாக பிளந்து அதை இல்லாவிட்டால் அதன் இரத்தத்தை முழுமையாக சிந்தியிருக்கிறார்கள். അവരുടെ രക്തം അവിടെ ചീന്തപ്പെട്ടു. அவைகளுடைய இரத்தமெல்லாம் அங்கே சொரிந்தது. ഞാനൊരു പാപിയാണെങ്കിൽ ഒരു സാധുവായ മൃഗത്തിന്റെ തലമേൽ കൈവച്ച് പുരോഹിതന്റെ മുമ്പിൽ വെച്ച് കൈവച്ച് പുരോഹിതനെ അറുക്കുന്നു. நான் ஒரு பாவி என்றால் ஒரு சாது மிருகத்தை பிடித்து, ஒரு பறவை பிடித்து அதன் மேலே என் கையை வைக்கும் பொழுது ஆசாரியன் அதை கொல்லுகிறார். ദൈവനാമത്തിന് മഹത്വം தேவனுக்கு ഉണ്ടാകട്ടെ. ஸ்தோத்திரம். ഞാൻ ചെയ്ത പാപത്തിന് நான் செய்த பாவத்திற்காக സാധു മൃഗം കൊല്ലപ്പെടുകയാണ്. அந்த ஏழை மிருகம் தான் கொலை செய்யப்படுகிறது. ഇങ്ങനെ രക്തം ചീന്തുകയായിരുന്നു യാഗങ്ങളിൽ നടന്നത്. இப்படியாக பலியின் மூலமாக இரத்தம் சிந்தப்பட்டது. പക്ഷേ ഈ യാഗം മൂലവും ഒരു മനുഷ്യന്റെ പാപത്തിന് പൂർണ്ണമായ പരിഹാരം ഉണ്ടായിരുന്നില്ല. ஆனால் இந்த பலியின் மூலமாகவும் எந்த மனிதனின் பாவமும் முழுமையாக நிவர்த்தி செய்யப்படவில்லை. 32-ാം സങ്കീർത്തനത്തിൽ അതുകൊണ്ടാണ് നാം വായിക്കുന്നത്, 32-ാം സങ്കീർത്തനത്തിൽ இப்படி படிக்கிறோம், ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. மீறுதல்கள் மன்னிக்கப்பட்டு பாவங்கள் மன்னிக்கப்பட்டதான மனிதன் பாக்கியவான். പാപം മറയ്ക്കപ്പെടുക എന്നാണ് കാണുന്നത്. பாவம் மூடப்பட்டது என்று காண்கிறோம். ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവനാമത്തിற்கு മഹിമ. അതിന്റെ അർത്ഥം എന്താണ്? കരുത്ത് என்ன? പാപമോചനം ലഭിച്ചിരുന്നില്ല. പാപം മുഴുവനാக മன்னிக்கப்படவில்லை. ഒരു വലിയ കാളയെ യാഗം കഴിച്ചാലും അവന്റെ പാപം മോചിക്കപ്പെടുന്നില്ല. ഒരു പെരിതാന കാളയെ ബലി സെലുത്തിനാലും പാപം മன்னிக்கப்படவில்லை. ഒരു സാധു കുഞ്ഞാടിനെയോ ഒരു കുറുപ്രാവിനെയോ യാഗം കഴിച്ചാൽ ഇവന്റെ പാപത്തിന് മോചനം ഉണ്ടാകുന്നില്ല. எந்த விதமான ஆட்டுக்குட்டியோ இல்லாவிட்டால் புறா குஞ்சியோ பலி செலுத்தினாலும் இவன் பாவத்தில் இருந்து மீட்கப்படுவதில்லை. എന്നാൽ ഇവിടെ ഇതാ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്റെ മുഴുവൻ രക്തവും നമുക്ക് വേണ്ടി ഊറ്റി തന്നു. ஆனால் இங்கே இதோ நம்முடைய ஆண்டவராയ இயேசு கிறிஸ்து தம்முடைய கடைசி சொட்டு இரத்தத்தையும் நமக்காக சிந்தி இருக்கிறார். എബ്രായ ലേഖനം 12-ാം അധ്യായത്തിന്റെ 24-ാം വാക്യം വായിക്കുമ്പോൾ എബ്രായ നിരുപം 12-ാം അധികാരം 24-ാം വചനത്തിലെ എങ്ങനെയാണ് ഈ കാര്യം സാധ്യമായത്? இந்த காரியங்கள் எப்படிதான் சாத்தியமாயிற்று? കർത്താവായ യേശുവിന്റെ രക്തത്തിന്റെ പ്രത്യേകത എന്താണ്? ஆண்டவராയ இயேசுவின் தனித்தன்மை என்ன? ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിന്റെ അടുക്കലത്രേ നിങ്ങൾ വന്നിരിക്കുന്നവിടെ കാണുന്നു. ஆபேலினுடைய இரத்தம் பேசினதை பார்க்கிலும் நன்மையானவைகளை பேசுகிற தெளிக்கப்படும் இரத்தத்தினிடத்திற்கு நீங்கள் வந்தீர்கள் என்று காண்கிறோம். പഴയ നിയമത്തിൽ ഹാബേൽ കൊല്ലപ്പെട്ടതിനെ കുറിച്ച് നമുക്കറിയാം. பழைய ஏற்பாட்டிலே ஆபேல் கொலை செய்யப்பட்டது நமக்கு தெரியும். തന്റെ ജ്യേഷ്ഠനായ കയീനേക്കാൾ ഉത്തമമായി യാഗം കഴിച്ചതിനാൽ ജ്യേഷ്ഠൻ അതിനെ കൊല്ലുകയായിരുന്നു. அவனுடைய அண்ணனான கையினை பார்க்கிலும் இவன் உத்தமமான பலி செலுத்தினபடினால் அண்ணன் தம்பியை கொலை செய்து விட்டான். അവൻ ഒരു തെറ്റും ഒരു പാപവും ചെയ്യാതിരിക്കയിൽ ജ്യേഷ്ഠൻ അവനെ കൊല്ലുകയായിരുന്നു. இவன் எந்த விதமான தவறு பாவம் செய்யாதிருந்த பொழுதிலும் அண்ணன் இவனை கொலை செய்தான். അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിൽ പൗലോസ് അത് എടുത്തു പറഞ്ഞിരിക്കുന്നത്. ஆதலால் பரிசுத்த ஆவியினாலே பரிசுத்த பவுல் இதை எடுத்து சொல்கிறார். ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തം. ஆபேலின் இரத்தத்தை பார்க்கிலும் நன்மையானவைகளை பேசும் தளிக்கப்படும் இரத்தம். കാരണം എന്താ? നമ്മുടെ യേശു പാപം ചെയ്തിട്ടില്ല. ஏனென்றால் நம்முடைய இயேசுவானவர் பாவம் செய்யவில்லை. അവൻ പാപം അറിഞ്ഞിട്ടില്ല. அவர் பாவம் அறியவில்லை.
സകല മനുഷ്യർ ലോകത്തിൽ പിറന്ന സകല മനുഷ്യരിലും ജന്മപാപമുള്ളപ്പോൾ എന്റെ യേശുവിന് ജന്മപാപം എന്ന ഒന്ന് ഇല്ലേ ഇല്ല. இந்த உலகத்திலே பிறந்த எந்த மனிதனுக்குள்ளும் ஜென்ம பாவம் என்கிற ஒன்று இருக்கும் பொழுது என் இயேசுநாதருக்குள்ளே ஜென்ம பாவம் அவர் ஒட்டுமே இல்லை. യോർദാൻ നദിയിൽ യോഹന്നാൻ സ്നാപകന്റെ കൈക്കീഴിൽ സ്നാനമേൽക്കാൻ ചെന്ന യേശുവിനോട് யோர்தான் நதியிலே யோவான் ஸ்நானகனின் கையிலே ஞான ஸ்நானம் பெறும்படியாக இயேசுவானவர் சென்ற பொழுது യോഹന്നാൻ സ്നാപകനെ വിലക്കി. யோவான் ஸ்நானகன் அதை தடுத்தான். അപ്പോൾ എന്താണ് യേശു പറഞ്ഞത്? அப்பொழுது இயேசுவானவர் என்ன சொன்னார்? ഇപ്പോൾ സമ്മതിക്കാ യോഹന്നാനെ, இப்பொழுது இடங்கொடி யோவானே, സകല നീതിയും നിവർത്തിക്ക് നമുക്ക് ഉചിതം. இப்படியாக நாம் எல்லா நீதியையும் நிறைவேற்றது நமக்கு ஏற்றதாக இருக்கிறது. സ്നാപക യോഹന്നാന് മനസ്സിലായി. யோவான் ஸ்நானகன் விளங்கிக் கொண்டான். കർത്താവായ യേശു ക്രിസ്തു ആര്? ஆண்டவராய் இயேசு கிறிஸ்து அவர் மெய்யாக யார்? അവനിൽ പാപമില്ല, அவருக்குள்ளே பாவமில்லை, അവൻ വഞ്ചന ചെയ്തിട്ടില്ല, அவர் வஞ்சனை செய்யவில்லை, അവൻ ജഡത്താൽ ജനിച്ചവനല്ല, அவர் മാംസത്തിനാலே പിറക്കவில்லை. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് പറഞ്ഞു, പുണ്യാഹ രക്തത്തിന് അടുക്കലത്രേ നിങ്ങൾ വന്നിരിക്കുന്നത്. ஆதலால் பரிசுத்தாவியானவர் சொல்கிறார், തളിക്കപ്പെടും രക്തத்துக்கு நேராக നിങ്ങൾ വന്നിരിக்கிறீர்கள். പ്രിയ ദൈവമക്കളെ, നിങ്ങൾ രക്ഷിക്കപ്പെട്ടുവെങ്കിൽ ഈ പുണ്യാഹ രക്തത്താൽ കഴുകൽ പ്രാപിച്ചവരാണ്. அருமையான தேவனுடைய பிள்ளைகளே, நீங்கள் രക്ഷിക്കപ്പെട്ടவர்கள் என்றால் இந்த தெளிக்கப்படும் രക്തத்தினாலே நீங்கள் கழுவப்பட்டவர்கள். ഈ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച നാം എത്രയോ ഭാഗ്യശാലികളാണ്. ആണ്ടവരായ യേശുവിന്റെ രക്തത്തിനാലേ കഴുവപ്പെട്ടതാണ് നാം എത്രയോ ഭാഗ്യവാன்கள். എന്താണ് നമുക്ക് ലഭിക്കുന്ന ഒന്നാമത്തെ ഭാഗ്യം? നാം പെറ്റുകൊള്ളുகிற முதலாவது பாக்கியம் என்ன? ദൈവസന്നിധിയിലേക്ക് ചെല്ലുവാനുള്ള ധൈര്യവും പ്രാഗൽഭ്യവും നമുക്ക് കിട്ടുകയാണ്. ദൈവ സമൂഹത്തിലെ ചെല്ലുമ്പടിயான தைரியம் நல் மனசாட்சி நமக்கு கிடைக்கிறது. ഇന്ന് എത്രയോ പേർ ദൈവസന്നിധിയിലേക്ക് ചെല്ലുവാൻ കഴിയാതെ ദൂരം നിൽക്കുകയാണ്. ഇന്നേക്കും എത്രയോ പേർ ദൈവ സമൂഹത്തിലേക്ക് എത്തിച്ചേരാൻ முடியாமல் വിലകി ദൂരமாக നിൽக்கிறார்கள். ഞങ്ങൾക്ക് മുമ്പേ നിങ്ങളുടെ അനുഭവ സാക്ഷ്യം കേട്ടല്ലോ. ഇപ്പോൾ നാം സത്യം മുൻപേ ഒരു അനുഭവ സാക്ഷ്യം കേട്ടോമല്ലവാ. 5 വയസ്സിലോ 6 വയസ്സിലോ കേട്ടതായ ആ ശ്രേഷ്ഠത തന്റെ ഉള്ളിൽ കിടക്കുകയായിരുന്നു. 5-6 വയതിലെ അവർ കേട്ടതാണ് அந்த വചനത്തിൻ മേന്മ അവരുടെ ഉള്ളത്തുക്കുള്ളേ ഇരുന്നത്. താനൊരു പെന്തക്കോസ്ത് സഭയിലെ ശുശ്രൂഷകൻ തന്നെയായിരുന്നു. താനൊരു പെന്തക്കോസ്ത് സഭയിൽ ഊഴിയക്കാരനാகவும் இருந்தார். ശുശ്രൂഷ ചെയ്യുമ്പോഴെല്ലാം ഉള്ളിൽ ഇത് പൂർണ്ണതയല്ല, ഇതിൽ ശ്രേഷ്ഠമേറിയൊന്നുണ്ടെന്ന് തന്നെ ഇങ്ങനെ നിർബന്ധിച്ചുകൊണ്ടേയിരുന്നു. அந்த ஊழியம் செய்யும் பொழுதெல்லாம் இது பூரணமல்ல, இதை பார்க்கிலும் சிறப்பு வாய்ந்த ஒன்று உண்டு என்கிறதான ஒரு காரியம் அவர் உள்ளத்திலே ஏவிக்கொண்டிருந்தது. ഇന്ന് ആത്മനിറവിന്റെ സമയത്ത് എത്രയോ പേർ ആത്മാവ് നിറഞ്ഞ് ആനന്ദിച്ച് സന്തോഷിച്ച് നൃത്തം ചെയ്യുകയുണ്ടായി. இன்னைக்கு நாம் ஆவியிலே நிரம்பின பொழுது எத்தனை பேர் ஆவியிலே நிரம்பி அவர்கள் களி கூர்ந்து நடனமாடி தேவனை ஆராதித்தார்கள் அல்லவா. പ്രിയ സ്നേഹിതരെ, എന്താണ് ഇതിന്റെ രഹസ്യം? அருமையானவர்களே, இதற்கு பின்னான ரகசியம் தான் என்ன? ഇവർ വീഞ്ഞു കുടിച്ച് നൃത്തം ചെയ്യുന്നവരല്ല, இவர்கள் மதுபான வெறியிலே நடனம் செய்வர்கள் அல்ல. എന്നാൽ ആത്മീയമായൊരു വീഞ്ഞ് ഞങ്ങളുടെ ഉള്ളിലേക്ക് പകർന്നിരിക്കുന്നു. ஆனாலும் ஒரு ஆவிக்குரிய திராட்சரசத்தை நாங்கள் பருகி இருக்கிறோம். ആകയാൽ ഞങ്ങൾ അടുത്ത് ചെല്ലുമ്പോഴെല്ലാം ഞങ്ങൾക്ക് ആരാധനയിൽ സന്തോഷിപ്പാൻ കൃപ കർത്താവ് തന്നിരിക്കുന്നു, പ്രാഗൽഭ്യം തന്നിരിക്കുന്നു. അതിനാൽ കിട്ടിച്ചേരും പൊഴുതെല്ലാം ഞങ്ങൾ ആരാധനയെ സന്തോഷിക്കുമ്പടിയാണ് ധൈര്യത്തെ നല്ല മനസാക്ഷി ആണ്ടവർ കൃപയെ തന്നിരിക്കാർ. അതാണ് ഞങ്ങൾക്കുള്ള ധൈര്യം. ഇതാണ് നിങ്ങളുടെ ധൈര്യം. ഒരു കാലത്ത് ഞങ്ങൾ ദൂരെ നിന്നവരായിരുന്നു. ഒരു കാലത്തിലെ ഞങ്ങൾ ദൂരമേ നിന്നോം. ഇന്നിതാ ഞങ്ങൾ ഏറ്റവും അടുത്ത് വന്നിരിക്കുന്നു. ஆனால் இன்றைக்கு நாங்கள் மிகவும் சமீபமாக நெருங்கி வந்திருக்கிறோம். മാതാപിതാക്കൾ തനിക്ക് പേരിട്ടപ്പോൾ എത്ര അർത്ഥവത്തായ പേരാ കൊടുത്തെന്ന് ഞാൻ വ്യാഖ്യാനിച്ചല്ലോ. பெற்றோர்கள் அவருக்கு பேரிட்ட பொழுது எவ்வளவு அர்த்தமுள்ளதான பேரை இட்டதாக சொன்னாரே. നമ്മുടെ മൈക്ക് സെറ്റും ബേസിലിന്റെയാണ്. നമ്മുടെ இந்த മൈക്ക് സെറ്റും ബേസിലിന്റേത്. ഞങ്ങളിവിടെ താമസിക്കുമ്പോഴാണ് ഈ ബേസിലിനെ ആദ്യമായിട്ട് ഇവിടെ ഈ സെറ്റ് കൊടുത്തത്. நாங்கள் இங்கே இருக்கும்போதுதான் ബേസിலுக்கு முதலாவதாக இந்த செட்டை கொடுக்கிறோம். അദ്ദേഹം പറഞ്ഞു, ഈ ബേസിൽ എന്ന് പേരിടാൻ കാരണം എന്താണ്? இந்த ബേസിൽ என்கிற പേരിட காரணம் என்ன என்று சொன்னார். പ്രിയ ദൈവമക്കളെ, നല്ല ഉദ്ദേശത്തോടുകൂടെ മാതാപിതാക്കളാ പേരിട്ടതാണ്. நல்ல நோக்கத்தோடு கூட தான் பெற்றோர்கள் அந்த பெயர் சூட்டினார்கள். എന്നാൽ കൃപയാൽ ഇന്ന് നമുക്കിത് പ്രാപിപ്പാൻ കഴിഞ്ഞിരിക്കുന്നു. ஆனால் இன்றைக்கு கிருபையினாலே நாம் இது பெற்றுக்கொள்ள முடிந்தது. ഇതെങ്ങനെയാണ് നമുക്ക് ലഭിച്ചത്? இது நாம் எப்படியாக பெற்றுக்கொண்டோம்? കർത്താവായ യേശുവിന്റെ ദേഹമെന്ന തിരശ്ശീല ചീന്തി
പിതാവിന്റെ അടുക്കലേക്ക് ചെന്ന് മഹാപുരോഹിതനായി ഇന്നും അവിടെ നമുക്ക് വേണ്ടി ജീവിക്കുന്നു. ஆண்டவராய் இயேசு கிறிஸ்து தேகமென திரையை கிழித்து அவர் பிதாவினண்டை சென்று அங்கே மகா பிரதான ஆசாரியராக நமக்காக இன்றும் ஜீவித்துக் கொண்டிருக்கிறார். അവൻ അവിടെ വെറുതെ നിൽക്കുകയല്ല, அவர் அங்கே சும்மா நிற்கவில்லை. ഇതാ എബ്രായ ലേഖനത്തിൽ വായിക്കുമ്പോൾ അവൻ നമ്മുടെ പക്ഷത്ത് നിൽക്കുകയാണ്. நாம் எபிரேய நிருபத்திலே வாசிக்கும் பொழுது அவர் நம்முடைய சார்பாக நிற்கிறார். പ്രിയപ്പെട്ടവരെ, പക്ഷത്ത് എന്ന് പറയുമ്പോൾ എന്താണ് അതിന്റെ അർത്ഥം? நம்முடைய சார்பாக நம் பட்சத்தில் என்று சொல்லும் பொழுது அர்த்தம் என்ன? നമുക്കൊരു വലിയ പ്രാഗൽഭ്യമുണ്ട്. നമ്മുടെ പക്ഷത്ത് നിന്ന് വാദിക്കുവാൻ ഒരു അഡ്വക്കേറ്റ്, ഒരു മഹാപുരോഹിതൻ പിതാവിന്റെ അടുക്കലുണ്ട്. நமக்கு ஒரு தைரியம் உண்டு. நம்முடைய பட்சத்தில் இருந்து நமக்காக வழக்காடும்படியான ஒரு வழக்கறிஞர் பிதாவின் அண்டை நமக்காக இருக்கிறார். എന്താണ് ഈ പക്ഷം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? நம்முடைய பட்சம் என்று சொல்லும் பொழுது என்ன, அதன் கருத்து என்ன? ഒന്ന്, അവൻ നമുക്കുള്ളതിനാൽ, നാം അവന്റെ അടുക്കൽ ചെന്നതിനാൽ നമ്മുടെ ദുർമനസാക്ഷി നീക്കപ്പെട്ടു. அவர் நமக்கு இருக்கிறபடினாலே, நாம் அவர் என்னை சென்றபடினாலே நம்முடைய துர்மனசாட்சி நீக்கப்பட்டது. ദുർമനസാക്ഷി നീക്കപ്പെടാതെ ഒരുവന് ആരാധിപ്പാനോ ആരാധനയിൽ സന്തോഷിപ്പാനോ കഴിയുകയില്ല. துர்மனசாட்சி நீக்கப்படாவிட்டால் தேவனை தொழுது கொள்ளவோ ஆராதித்து களி கூறவோ ஒருவனால் இயலாது. കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ യാഗമായതിനാൽ തന്നിൽ വിശ്വസിച്ച് അടുത്ത് ചെല്ലുന്ന ഒരുവന് ദുർമനസാക്ഷി നീങ്ങുന്ന ആദ്യ അനുഭവം പ്രാപിക്കാം. ஆண்டவராய் இயேசு சிலுவையில் அறையப்பட்டிருக்கிறபடினாலே அவரண்டை விசுவாசத்தோடு செல்கிற ஒருவனுக்கு முதலாவதாக துர்மனசாட்சி நீக்கப்பட்டு தேவனை ஆராதிக்க முடியும். ഈ എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ എബ്രായ നിരുപത്തിലെ നാം പഠിക്കും പൊഴുது 3 കാര്യങ്ങളാണ് അവിടെ കാണുവാൻ കഴിയുന്നത്. അതെ 3 കാര്യങ്ങളെ കാൺகிறோம். എല്ലാ വചന തെളിവും വായിപ്പാൻ ഉദ്ദേശിക്കുന്നില്ല, ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു തെളിവ്. ആധാരமான വചനങ്ങൾ എല്ലാം വാസിക്കപ്പെടുന്ന നേരമിൽ ഞങ്ങൾ അത് ഏற்கனவே சொல்லிவிட்டோம். ഒന്നാമതായി ദുർമനസാക്ഷി നീക്കപ്പെടണം. முதலாவதாக துர்மனசாட்சி நீக்கப்பட வேண்டும். രണ്ടാമതായിട്ടൊരു പരമാർത്ഥ ഹൃദയം നമുക്ക് വേണം. இரண்டாவதாக ஒரு செம்மையான ഹൃദയം നമുക്ക് தேவை. മൂന്നാമത് ശുദ്ധ വെള്ളത്താൽ ശരീരം കഴുകപ്പെടണം. மூன்றாவதாக சுத்த ஜலத்தினாலே சரீரம் கழுவப்பட வேண்டும். കർത്താവിനെ ആരാധിക്കണമെങ്കിൽ പ്രാരംഭമായി ഈ അനുഭവത്തിലേക്ക് നാം വരണം. ஆண்டவரை ஆராதிக்கும்படியாக முதலாவது இந்த அனுபவத்துக்குள்ளே நாம் வர வேண்டும். നമ്മുടെ മനസാക്ഷി, ദുർമനസാക്ഷി നീങ്ങി നല്ല മനസാക്ഷി അഥവാ ശുദ്ധ മനസാക്ഷി എന്ന ഒന്ന് നാം പ്രാപിക്കണം. நம்முடைய துர்மனசாட்சி நீக்கப்பட்டு நல்ல மனசாட்சி இல்லாவிட்டால் சுத்தமான மனசாட்சி என்கிற ஒன்றை நாம் பெற்றுக்கொள்ள வேண்டும். എങ്ങനെ ഒരു മനുഷ്യന്റെ ദുർമനസാക്ഷി മാറ്റപ്പെടും? எப்படியாக ஒரு மனிதனின் துர்மனசாட்சி நீங்களாக்கப்படும்? എബ്രായ ലേഖനം 10-ാം അധ്യായം 22-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. എബ്രായർ 10-ാം അധികാരം 22-ാം വചനത്തിൽ പഠിக்கிறோம். 9-ാം അധ്യായത്തിലെ 9-ാം വാക്യം വീണ്ടും 14-ാം വാക്യത്തിൽ കാണാം. 9-ാം അധികാരം 9-ാം വചനത്തിലെയും 14-ാം വചനത്തിലെയും കാണ முடியும். ആ മഹാപുരോഹിതന്റെ അടുക്കലേക്ക് ചെല്ലുന്നവർക്ക്, அந்த மகா பிரதான ஆசாரியனண்டை செல்கிறவர்கள் யாவருக்கும் മനസാക്ഷിയിൽ ധൈര്യവും സമാധാനവും ലഭിക്കുന്നു. മനസാക്ഷിയിലെ ധൈര്യവും സമാധാനവും கிடைக்கும். അതിനാൽ നിർജീവ പ്രവൃത്തികളിൽ നിന്നുള്ളതായ വിടുതൽ ഒരുവന് അല്ലെങ്കിൽ ഒരുവൾക്ക് പ്രാപിപ്പാൻ കഴിയുന്നു. அதன் மூலமாக ஒருவன் இல்லாவிட்டால் ஒருவனுக்கு செத்த கிரியைகளுக்கு நீங்களாக விடுதலை பெற முடியும். അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ ആരാധിക്കുന്നത് ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധനയാണ്. ആദലാൽ നമ്മുടെ ആരാധന ആവിയോടും ഉണ്മയോടും ആരാധിക്കും ആരാധന. നിർജീവ പ്രവൃത്തികളിൽ നിന്നൊക്കെ നമ്മൾ വിടുവിക്കപ്പെട്ട് കഴിഞ്ഞു. നാം സെത്ത ക്രിയകളിലിരുന്ന് വിടുതലയാക്കപ്പെട്ടിരിக்கிறோம். അതുകൊണ്ടൊന്നും ഒരുവന് സമാധാനം ലഭിക്കുകയില്ല. അതിൻ മൂലமாக എந்த മനുഷ്യന് സമാധാനം பெற முடியவில்லை, பெறவில்லை. ഇപ്പോഴിതാ ഈ അനുഭവങ്ങൾ പ്രാപിച്ചപ്പോൾ നമുക്ക് ആശ്വാസം, സമാധാനം, സന്തോഷം ലഭിക്കുന്നു. ஆனால் இப்பொழுதோ இந்த அனுபவங்களை பெற்ற பொழுது ஆறுதல், சமாதானம், சந்தோஷத்தை நாம் பெறுகிறோம். ഒരു വ്യക്തി അനുതാപ ഹൃദയത്തോടെ തന്റെ പാപങ്ങളെ ഏറ്റുപറയുമ്പോൾ, മനസ്താപമുള്ള ഹൃദയത്തോടെ ഒരു നബർ തന്റെ പാപങ്ങളെ അറിക്കை ചെയ്യും பொழுது അവന്റെ അല്ലെങ്കിൽ അവളുടെ ദുർമനസാക്ഷി നീക്കപ്പെടുന്നു. അവനുடைய ഇല്ലാവിട്ടാൽ അവളുടെ ദുർമനസാക്ഷി നീക്കപ്പെടുகிறது. ഈ അനുഭവം പ്രാപിച്ചവരാണ് ദൈവത്തിന്റെ മക്കൾ. தேவனுடைய பிள்ளைகள் இந்த அனுபவத்தை பெற்றவர்கள். ഈ അനുഭവം പ്രാപിച്ചതിനാണ് യഥാർത്ഥമായ അനുതാപത്തോടുകൂടിയ അഥവാ പശ്ചാത്താപത്തോടുകൂടിയ മനസാന്തരം എന്ന് പറയുന്നു. അതിനാൽ இந்த അനുഭവത്തെ பெறும்பொழுதுதான் அது சரியான மெய் മനസ്താപത്തോடு കൂടിയതാണ് മനം തിരുമ്പുതൽ എന്ന് അழைக்கப்படுகிறது. പ്രിയ ദൈവത്തിന്റെ ജനമേ, നിങ്ങൾ മാനസാന്തരപ്പെട്ടപ്പോൾ ഇങ്ങനെ പശ്ചാത്താപത്തോടെ അഥവാ അനുതാപത്തോടുകൂടിയ മാനസാന്തരമാണോ നിങ്ങൾക്കുണ്ടായത്? അരുമയാണ് ദൈവജനങ്ങളെ, നിങ്ങൾ മനം തിരുമ്പിന பொழுது இப்படிப்பட்டதான மெய் മനസ്താപത്തോடு കൂടിയതാണ് മനം തിരുമ്പുதலை தான் அடைந்தீர்களா? ഇസ്രായേൽ ജനം മിസ്രയീം വിട്ടു പോരുമ്പോൾ ഇതാ പുളിപ്പില്ലാത്ത അപ്പം കുഞ്ഞാട്ടിന്റെ
മാംസത്തോടുകൂടെ ഒപ്പം ചേർക്കേണ്ടത് കയ്പ് ചീരയുമായിരുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. இஸ்ரவேலர்கள் எகிப்தை விட்டு புறப்படும் பொழுது அவர்கள் பஸ்கா அவர்கள் புசிக்கும் பொழுது ஆட்டுக்குட்டியின் மாம்சத்தோடு கூட புளிப்பில்லாத அப்பங்களோடு கூட கசப்பான கீரைகளையும் புசிக்க வேண்டியதாக இருந்தது. എന്തിനാണ് ഈ കയ്പ് ചീരയോട് കൂടെ ഭക്ഷിക്കേണ്ടത്? இந்த கசப்பான கீரைகளை ஏன் புசித்தார்கள்? മിസ്രയീം വിടുമ്പോൾ അനുതാപത്തോടെ കണ്ണുനീരോടെ വിട്ടു പോരുന്നതിനുള്ള മനപ്രയാസമല്ല, ഇനി മിസ്രയീം വേണ്ട. எகிப்தை விட்டு வரும்பொழுது அவர்களுக்கு வந்ததான கண்ணீர் என்பது அதை விட்டு போகிறதான துக்கமல்ல, இனி ஒருபோதும் எனக்கு இந்த எகிப்து வேண்டாம். ഈജിപ്ത് പൂർണ്ണമായും നമുക്ക് വേണ്ട. அந்த எகிப்து இனி எனக்கு சற்றும் தேவையில்லை. ഇനി ഞങ്ങൾ ഫറവോന് അടിമയല്ല. நாங்கள் இனிமேல் பார்வோனுக்கு அடிமைகள் அல்ல. യഥാർത്ഥമായ രക്ഷാനിർണയം അഥവാ മാനസാന്തരം പ്രാപിക്കുമ്പോൾ ഒരുവന് ഇങ്ങനെ ദുർമനസാക്ഷി നീക്കപ്പെടും. மெய்யான ரட்சிப்பின் நிச்சயத்தை மனதிரும்புதலில் பெறும் பொழுது ஒருவன் இப்படியாக துர்மனசாட்சியிலே இருந்து நீங்களாக்கப்பட்டு விடுவிக்கப்படுகிறான். ഈ അനുഭവം പ്രാപിച്ച് രക്ഷിക്കപ്പെട്ടവരെല്ലാം ഞങ്ങളോടൊപ്പം കരങ്ങളെ ഉയർത്തി ഒരു ഹല്ലേലൂയ പറയാമോ? ഹല്ലേലൂയ. രണ്ടാമതായിട്ട് ഹൃദയങ്ങളിൽ തളിക്കപ്പെടണമെന്ന് നമ്മൾ വായിച്ചല്ലോ. இரண்டாவதாக இதயத்திலே நாம் தெளிக்கப்பட வேண்டும் என்று படித்தோம் அல்லவா? ഹൃദയങ്ങളിൽ എന്താണ് തളിക്കപ്പെടേണ്ടത്? இதயத்திலே தெளிக்கப்பட வேண்டிய காரியம் என்ன? കർത്താവായ യേശുവിന്റെ രക്തം തളിക്കപ്പെടണം. ஆண்டவராയ இயேசுவின் இரத்தம் தான் தெளிக்கப்பட வேண்டும். ഇത് എന്തിനെ വെളിപ്പെടുത്തുന്നു? இது எதை சுட்டிக்காட்டுகிறது? പാപമോചനം ലഭിക്കുന്നതിന് பாவ மன்னிப்பு பெறும்படியாக അനുസരണവും വിശ്വാസവും ആവശ്യമാണ്. கீழ்ப்படிதலும் விசுவாசமும் தேவை. അനുസരണവും വിശ്വാസമില്ലാതെ പാപമോചനം പൂർണ്ണമാകുകയില്ല. கீழ்ப்படிதலும் விசுவாசமும் இல்லாமல் பாவ மன்னிப்பு முழுமையாக மாறாது. റോമാലേഖനം 10-ാം അധ്യായം 9-ാം വാക്യത്തിൽ നാം അത് വായിക്കുന്നു. ரோமர் 10-ാം அதிகாரம் 9-ാം வசனத்திலே படிக்கிறோம். യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും இயேசுவை ஆண்டவர் என்று வாயினாலே அறிக்கை செய்து ദൈവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. தேவன் அவரை மரித்தோரிலிருந்து எழுப்பினார் என்று உன் இதயத்தினாலே விசுவாசித்தால் நீ ரட்சிக்கப்படுவாய். ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. தேவநாமம் மகிமைப்படுவதாக. മാത്രം പോരാ, அது மட்டும் போதாது, ശുദ്ധ വെള്ളത്താൽ ശരീരം കഴുകപ്പെടണം. சுத்த ஜலத்தினாலே சரீரம் கழுவப்பட வேண்டும். ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. தேவநாமம் மகிமைப்படுவதாக. അവർക്ക് മാത്രമേ ദൈവത്തെ ഭക്തിയോടെ ആരാധിപ്പാൻ കഴിയുള്ളൂ. அப்படிப்பட்டவர்கள் மாத்திரமே தேவனை பக்தியோடு ஆராதிக்க முடியும். മനുഷ്യന്റെ ഹൃദയം ശുദ്ധീകരിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അത് എളുപ്പമല്ല. மனிதனுடைய இருதயம் சுத்திகரிக்கப்படுவது அது லேசான காரியமல்ல. എന്തുകൊണ്ട്? ஏன்? രക്ഷിക്കപ്പെടാത്ത അഥവാ ഒരു പാപിയായ ഒരുവന്റെ ഹൃദയം രക്ഷിക്കപ്പെടാതെ ഇല്ലാവിട്ടാൽ പാപിயான ഒരു നബരിൻ ഹൃദയമാണത് മുഴുവൻ മലിനതകളാണ്. അത് മുഴുവനും അശുദ്ധിയാൽ നിറഞ്ഞിരിക്കും. പാപം, അകൃത്യം, പലവിധമായ വിഗ്രഹങ്ങളാൽ നിറയപ്പെട്ടിരിക്കുന്നു. പാപങ്ങളിനാലേ അക്രമങ്ങളിനാലേ പലവിധமான വിഗ്രഹങ്ങളിനാലേ നിറഞ്ഞിരിക്കും. ആദ്യ മനുഷ്യൻ പാപം ചെയ്തതിനാൽ முதலாம் மனிதன் பாவம் செய்தபடியினாலே തലമുറക്കാരായ സകല മനുഷ്യരും പാപികളായി തീർന്നുവെന്ന് റോമാലേഖനത്തിൽ വായിക്കുന്നു. അവൻ പിൻതലമുറയിലെ சேர்ந்ததான എല്ലാ മനുഷ്യരും പാപികളാக മാറിனார்கள் என்று ரோமர் எழுதின நிருபத்திலே படிக்கிறோம். സകല മനുഷ്യരും പാപത്താൽ മലിനരായി പോയി. എല്ലാ മനുഷ്യരും പാപത്തിനാലേ തീറ്റപ്പെട്ടാர்கள். മനുഷ്യ നിമിത്തം ഭൂമിയും ശാപഗ്രസ്തമായി പോയി. മനുഷ്യ നിമിത്തமாக ഭൂമിയെ ശാപത്തീടാക മാറിവിട്ടത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇതെല്ലാം വിളിച്ചു പറയുന്നത്. ഇന്ന് അനൗൺസ്മെന്റിലും ഈ വാചകം പറയുന്നതായിട്ട് കേട്ടു. நாங்கள் அதனால் தான் இதையெல்லாம் சொல்கிறோம். இன்னைக்கு അനൗൺസ്മെന്റിലെയും அந்த വസനത്തെ சொன்னதாக கேட்டேன். എല്ലാവരും കടന്നു വരുവീൻ, ഈ വചനങ്ങൾ കേൾക്കുവീൻ. யாவரும் வாருங்கள், இந்த வார்த்தைகளை கேளுங்கள். പാപിയായൊരു മനുഷ്യന്റെ ഹൃദയം സകല അശുദ്ധിയാലും നിറയപ്പെട്ടിരിക്കുന്നു. ഒരു പാപിயான മനുഷ്യന്റെ ഹൃദയം എല്ലാവിധமான അശുദ്ധികളിനാലും നിറഞ്ഞിരിക്കുന്നത്. അതിന്റെ വ്യക്തമായ ഒരു ചിത്രം പ്രവാചകനായ ഇരമ്യാവ് തന്റെ പ്രവചന പുസ്തകത്തിൽ തരുന്നുണ്ട്. യെരേമിയാ தீர்க்கதரிசி தம்முடைய தீர்க்கதரிசன ஆகமத்திலே അതിன் ഒരു തെളിവാன ചിത്രത്തെ വരയ്തിരിக்கிறார். ഇവിധമായ പ്രാകൃതമായ സ്വഭാവങ്ങളാലും പാപങ്ങളാലും മനുഷ്യൻ അശുദ്ധനും അറയ്ക്കപ്പെട്ടവനുമായി തീർന്നിരിക്കുന്നു. இப்படிப்பட்டதான ஜென்ம சுபாவங்களினாலே பாவங்களினாலே ஒரு மனிதன் தீட்டுப்பட்டு அவன் வெறுக்கப்படத்தக்கவனாக மாறி இருக்கிறான். 4 നിലകളിലാണ് പാപിയായ ഒരു മനുഷ്യന്റെ ഹൃദയം ഇന്ന് കാണപ്പെടുന്നത്. ഒരു പാവിயான മനുഷ്യന്റെ ഹൃദയം ഇന്നേക്ക് 4 നിലവരത്തിലേ കാണപ്പെടുகிறது. ഒന്ന്, അവന്റെ പ്രകൃതിയാവന്റെ ഹൃദയം കപടമുള്ള ഹൃദയം. അവനുடைய ജന്മത്തിനാലേ അവനുடைய ഹൃദയം ഒരു കപടാന ഹൃദയமாக இருக்கிறது. രണ്ടാമതായിട്ട് ഇരു മനസ്സുള്ള ഹൃദയം എന്ന് പറയുന്നതിൽ തെറ്റില്ല. ഇരുമനതുള്ളതാണ് ഹൃദയം എന്ന് சொல்வதிலும் தவறில்லை. എന്ന് പറഞ്ഞാൽ കപട ഭക്തിക്കാരുടെ ഹൃദയം.
കപടഭക്തിക്കാരനിൻ ഹൃദയം. ഇങ്ങനെയുള്ള അനേക കപടഭക്തിക്കാരെ നമുക്ക് കാണാം. ഇന്നേക്ക് പിടിപ്പെട്ട അനേക കപടഭക്തിയുള്ളവരെ കാണാൻ முடியும். രണ്ട് ചിന്തയാണ്, രണ്ട് മനസ്സാണ് അവർക്ക്. രണ്ട് ചിന്തകൾ, இரண்டு மனது. അവരുടെ ഹൃദയവും അങ്ങനെ തന്നെ. അവരുടെ ഹൃദയം அப்படித்தான். മൂന്നാമതായിട്ട് വഞ്ചിക്കപ്പെട്ട ഹൃദയം. മൂന്നാമதாக വഞ്ചിക്കപ്പെട്ട ഹൃദയം. അത് അജ്ഞതയാൽ അഥവാ അറിവില്ലായ്മയാൽ, അത് അറിവിന്മയാൽ നിറമ്പി இருக்கிறது. നാലാമതായി കഠിനപ്പെട്ട ഹൃദയം. നാലാമதாக കഠിനമാക്കപ്പെട്ട ഹൃദയം. അത് അവിശ്വാസത്താൽ, അത് അവിശ്വാസത്തിനാലേ. ഇങ്ങനെയുള്ള ഹൃദയമെല്ലാം സകലവിധമായ അശുദ്ധിയാലും പാപങ്ങളാലും വിഗ്രഹങ്ങളാലും നിറയപ്പെട്ടിരിക്കുന്നു. இப்படிப்பட்டதான ഹൃദയങ്ങൾ എല്ലാവിധமான തീറ്റുകളിനാലേ, പാപങ്ങളിനാലേ, വിഗ്രഹങ്ങളിനാലേ നിറമ്പി இருக்கிறது. ആകയാൽ അവരുടെ ഹൃദയം മലിനപ്പെട്ടു പോയി. ആദലാൽ ഹൃദയം തീറ്റപ്പെട്ടു വിട്ടത്. ഈ നിലയിൽ അവർക്ക് എങ്ങനെ വിടുവിക്കപ്പെടുവാൻ കഴിയും? നാം ഇതിലിருந்து எப்படியாக விடுவிக்கப்பட முடியும்? അതിനാണ് അവന് പാപബോധം ഉണ്ടാകേണ്ടത്. அதற்காக பாவ உணர்வு தேவை. പാപത്തെ കർത്താവായ യേശുക്രിസ്തുവിനോട് അനുതാപത്തോടെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുമ്പോൾ, പാപങ്ങളെ മെയ്മനസ്താപത്തോടെ യേശുവിനിടത്തിൽ അറിക്കை ചെയ്ത് നാം വിട്ടുവിടും പൊഴുது, കുറ്റബോധമുണ്ടാകുമ്പോൾ, നമുക്ക് പാപ ഉണർവുണ്ടാകും പൊഴുது, സങ്കീർത്തനം 51:4 51-ാം സംഗീതം 4-ാം വചനത്തിലെ ദാവീദ് ഇപ്രകാരം പറഞ്ഞതായിട്ട് കാണുവാൻ ദാവീദ് இப்படியாக சொன்னதை நாம் அங்கே காண முடியும். ദൈവ വചനം അവന്റെ ഹൃദയത്തിൽ ക്രിയ ചെയ്യുമ്പോൾ, தேவனுடைய வார்த்தை அவனுடைய இதயத்திலே கிரியை செய்த பொழுது അവന് കുറ്റബോധമുണ്ടാകും, അവனுக்கு പാപ ഉണർവുണ്ടാകും. രണ്ടാമതായിട്ട് ഒരുവൻ കർത്താവായ യേശുക്രിസ്തുവിനെ നേരിൽ കാണുമ്പോൾ, இரண்டாவதாக ஒருவன் ஆண்டவராയ இயேசுவை நேரிலே பார்க்கும் பொழுது അവന് പാപബോധമുണ്ടാകും, அவனுக்கு பாவ உணர்வுண்டாகிறது. ഇത് പഴയ നിയമത്തിലും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പഴയ ഏർപ്പാട്ടിലും ഇதை കാണ முடியும். യോബിന്റെ പുസ്തകം 42-ാം അധ്യായം 5-6 വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണാം. യോബിൻ പുസ്തകം 42-ാം അധികാരം 5-6 വചനങ്ങളിലെ കാണ முடியும். ദൈവനാമത്തിന് മഹത്വം ദൈവനാമത്തിന് മഹിമയുണ്ടാവதாக. മാത്രമല്ല, അത് മറ്റുമല്ലാமல் സങ്കീർത്തനം 51:5 വീണ്ടും വായിക്കുന്നു. 51-ാം സംഗീതം 5-ാം വചനത്തിലെ മറുപടിയുமாக പഠിക്കുന്നു. ദാവീദിന് പശ്ചാത്താപമുണ്ടായി, അവനുക്ക് ഒരു ശരിயான മനസ്താപം ഉണ്ടാണത്. ഇതുപോലെ നമ്മൾ മനസ്താപത്തോടുകൂടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുമ്പോഴാണ് സമാധാനം പ്രാപിപ്പാൻ കഴിയുന്നത്. മനസ്താപത്തോടുകൂടെ പാപങ്ങളെ അറിക്കை ചെയ്ത് വിട്ടുവിടും പൊഴുതുதான் നാം സമാധാനത്തെ പെற முடியும். അവനല്ലെങ്കിൽ അവൾക്ക് ദൈവത്തോട് അടുത്ത് ചെല്ലാം. അവനില്ലാവിട്ടാൽ അവൾ ദേവനിടത്തിലെ നെരുങ്ങി ചെല്ല முடியும். അടുത്തതായിട്ട് ഇതേ സങ്കീർത്തനം 51 നമ്മൾ വീണ്ടും വായിക്കുമ്പോൾ 7-ാം വാക്യത്തിൽ മറുപടിയുமாக ഇതേ 51-ാം സംഗീതം 7-ാം വചനത്തിലെ യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിക്കുന്ന ഒരുവന് ലഭിക്കുന്ന ശുദ്ധീകരണത്തെ കുറിച്ചും കാണാം. യേശുവിന്റെ രക്തത്തിനാലെ കഴുകപ്പെടും ഒരു നബർ പെറ്റുകൊള്ളും ശുദ്ധീകരിപ്പை കാണ முடியும். ഈ അനുഭവം പ്രാപിക്കുമ്പോൾ അവന്റെ അല്ലെങ്കിൽ അവളുടെ ഹൃദയം പുതുക്കപ്പെടുകയാണ്. இந்த അനുഭവത്തെ പെറുമ്പോൾ അവനുടെ ഇല്ലാവിട്ടാൽ അവളുടെ ഹൃദയം അത് പുതുപ്പിക്കപ്പെടുகிறது. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം, മത്തായി എഴുതിയ സുവിശേഷം 12-ാം അധികാരം 34-35 വാക്യങ്ങൾ വായിക്കുമ്പോൾ 34-35 വചനങ്ങളിലെ കർത്താവായ യേശുവിന്റെ ഐഹിക ജീവിതകാലത്ത് യേശുവാനവർ இந்த ഉലകത്തിലെ വാഴുന്ന പൊഴുது അവൻ പ്രസംഗിക്കുമ്പോൾ, അവർ പ്രസംഗം பண்ணும் பொழுது ഇപ്രകാരം പറഞ്ഞതായി കാണുവാൻ കഴിയുന്നു. അവർ இப்படியாக சொன்னதை காண முடியும். സർപ്പസന്തതികളെ, വിരിയൻ പാമ്പ് കുട്ടികളെ, விரியன் பாம்பு குட்டிகளே, நீங்கள் பொல்லாதவர்களாய் இருக்க நலமானவைகளை எப்படி பேசுவீர்கள்? இருதயத்தின் நிறைவினால் வாய் பேசும். நல்ல மனுஷன் இருதயமாகிய நல்ல பொக்கிஷத்திலிருந்து நல்லவைகளை எடுத்து காட்டுகிறான். பொல்லாத மனுஷன் பொல்லாத பொக்கிஷத்திலிருந்து பொல்லாதவைகளை எடுத்து കാട്ടുகிறாൻ. സർപ്പസന്തതികളെ, നിങ്ങൾ ദുഷ്ടരായിരിക്കെ നല്ലത് സംസാരിപ്പാൻ എങ്ങനെ കഴിയും? മതി, മുഴുവൻ വായിക്കേണ്ട, തമിഴ് വായിച്ചു കേട്ടല്ലോ. സർപ്പസന്തതികളെ, വിരിയൻ പാമ്പ് കുട്ടികളെ, നിങ്ങൾ ദുഷ്ടരായിരിക്കെ നിങ്ങൾ പൊല്ലാത്തവളായിരിക്കെ നല്ലത് സംസാരിപ്പാൻ കഴിയുമോ? നലമാനവളെ പേശ முடியுமா? നിങ്ങളുടെ ഹൃദയം കപടമായിരിക്കുന്നെങ്കിൽ, ഉங்கள் ഹൃദയം കപടമായിരുന്നാൽ, വഞ്ചനയായിരിക്കുന്നെങ്കിൽ, വഞ്ചനയുള്ള ഹൃദയമാണാൽ നല്ലത് പറയാൻ കഴിയുമോ? നലമാനവളെ പേശ முடியுமா? മുഖമാണല്ലോ ഹൃദയത്തിന്റെ കണ്ണാടി. മുഖം ഹൃദയത്തിൻ കണ്ണാടി താനേ. ഹൃദയം ശുദ്ധമാകുമ്പോൾ മുഖം പ്രസന്നമാകും. ഹൃദയം ശുദ്ധமாக ഇരിക്കുമ്പോഴ് മുഖം നല്ല തെളിവാக இருக்கும். അങ്ങനെയാണെങ്കിൽ ഹൃദയത്തിന് സമൂല മാറ്റമുണ്ടായേ മതിയാകൂ. அப்படி என்றால் ഹൃദയത്തിനുള്ളിൽ ഒരു പെരിതാன മുഴുമயான മാറ്റം தேவை. കല്ലിന് തുല്യമായ ഹൃദയം, കല്ലുക്ക് ഒപ്പാன ഹൃദയം,
യിരെമ്യാവിന്റെ ഭാഷയിൽ പറഞ്ഞാൽ വജ്രത്തിന് തുല്യമായ ഹൃദയം. எரேமியாவின் வார்த்தையிலே சொன்னால் வச்சிரத்துக்கு ஒப்பான இருதயம். ആ നിലവരങ്ങൾ വരണം. அந்த நிலவரங்கள் மாற்றப்பட வேண்டும். അല്ലെങ്കിൽ പല பொல்லாத விருப்பங்கள், വഴങ്ങാത്ത പ്രകൃതങ്ങൾ, யாருக்கும் கீழ்ப்படியாத சுபாவங்கள், ഇതെല്ലാം മാറ്റപ്പെടണം. இவைகள் எல்லாம் மாற்றப்பட வேண்டும். പ്രിയ വിശ്വാസിയെ, அருமையான விசுவாசியே, ഇപ്പോഴും വഴങ്ങാത്ത സ്വഭാവം നിനക്കുണ്ടെങ്കിൽ, அது சரியாக கீழ்ப்படியாத சுபாவம் இருந்தால் மனஸ்தாபத்தோடு தேவனிடத்திலே திரும்பி வா. കർത്താവ് നിന്നെ സ്നേഹിക്കുന്നു. ஆண்டவர் உன்னை நேசிக்கிறார். ആരെങ്കിലും ഇടയ്ക്കിടയ്ക്ക് കലഹമുണ്ടാക്കുന്നെങ്കിൽ, யாராவது இடையிடையிலே சண்டை உண்டாக்கும் என்ன, ഇടയ്ക്കിടയ്ക്ക് വഴക്കുണ്ടാക്കുന്നെങ്കിൽ, இடையிடையிலே சண்டை உண்டாக்கினார் இப்படியாத சுபாவம் மாறவில்லை. പൗലോസ് അപ്പോസ്തലൻ എന്താണ് പറയുന്നത്? അപ്പോസ്തലനാകിയ പൗൽ என்ன சொல்கிறார்? അനുതാപ ഹൃദയത്തോടെ പശ്ചാത്താപത്തോടെ ഏറ്റുപറച്ചിലോടെ അവന്റെ അടുക്കൽ ചെല്ലുമെങ്കിൽ, മനസ്താപത്തോട് അറിക്കയോട് കൂടെ കുറ്റ ഉണർവോട് അവരിടത്തിലെ നാം സെൽവം. കൊരിന്ത്യർ 5:17 ഇതാ മാംസമായൊരു ഹൃദയം നിനക്ക് തരൂ. മാംസமான ഹൃദയത്തെ തരുവാർ. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. ഒരുവൻ ക്രിസ്തുവുക്കുള്ളാனால் അവൻ പുതിയ സൃഷ്ടിயாக இருக்கிறான். പഴയതെല്ലാം കഴിഞ്ഞുപോയി, അങ്ങനെ ഒഴിഞ്ഞു പോയിന. ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. இப்படியாக நீ கிறிஸ்துவின் மகனாக மகளாக மாறிவிட்டிருக்கிறாய். ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആண்டവരുടെ പരിശുദ്ധ നാമം മഹിമപ്പെടുവதாக. അടുത്തായിട്ട് നാം ചിന്തിക്കുമ്പോൾ, അടുത്തதாக നാം ചിന്തിക്കും പൊழுது ജീവിതത്തെ വിശുദ്ധീകരിക്കണം. 7-ാം അധികാരം വീണ്ടും റോമാലേഖനം, റോമർക്ക് എഴുതുന്നു. അവിടെ എന്താണ് നാം കാണുന്നത്? അങ്ങേ എന്നെ പഠിക്കൂ. അതിന് നാം ദൈവത്തിന്റെ കൽപ്പന അനുസരിപ്പാൻ വിധേയപ്പെടണം. ദേവനുடைய കൽപ്പനകളെ നാം அதுக்காக நாம் கீழ்ப்படிய வேண்டும். ജീവിതം അങ്ങനെ വിധേയപ്പെടുമ്പോഴാണ് நாம் அப்படியாக அதற்காக ധൈര്യത്തോടെ കർത്താവിനോട് അടുത്ത് ചെല്ലുവാൻ കഴിയൂ. அப்படி என்றால் தைரியமாக ஆண்டவரண்டை கிட்டி சேர முடியும். രാപ്പകൽ ഭേദമന്യേ ഏതു നേരത്തും കൃപാസനത്തിന് അടുത്തെത്തുവാൻ കഴിയൂ. இரவும் பகலும் வித்தியாசமில்லாமல் கிருபாசனத்தை கிட்டி சேருபவம் കർത്താവിന്റെ നിയമത്തിൽ ആർക്കും ലഭിക്കാത്ത അനുഭവം പഴയ ഏർപ്പാട്ട് കാലത്ത് ஆண்டவராയ இயேசு மூலமாக நாம் யாவருக்கும் அவர் இதோ இலவசமாக தந்தருளியிருக்கிறார். ഒരു വഴിപാടും ആവശ്യമില്ല. அதற்காக எந்த காணிக்கையும் தேவையில்லை. മുൻപകനെയാകം മുൻകാലങ്ങളിൽ எப்படி பலி സാമ്പത്തിക സൗകര്യം ഉണ്ടെങ്കിൽ കാളയെ നീ ബലി സെലുത്തലാം. അതിന് നിനക്ക് സാമ്പത്തികമില്ലെങ്കിൽ ആട്ടിൻകുട്ടിയെ യാഗം കഴിക്കാം. അതിനും പണമില്ലാവിട്ടാൽ പുറാക്കുഞ്ചை ബലി സെലുത്തലാം. ഇന്ന് രാത്രി ഞങ്ങൾ പറയുന്ന ഒരു കുരുകിലിനെ പോലും യാഗം കഴിക്കേണ്ട. ஆனால் இன்றைக்கு இரவு நாங்கள் சொல்கிறோம் ஒரு சிறு குருவியை கூட பலி செலுத்த தேவையில்லை. സിംഗിൾ നയാ പൈസയുടെ മുടക്കില്ല. ഒരു നയാ പൈസ കൂടാக பெற்றுக்கொள்ளலாம். പ്രിയ കട്ടപ്പന പട്ടണവാസികളെ, അരുമയാണ് കട്ടപ്പന പട്ടണവാസികളെ, സൗജന്യമായി ഞങ്ങൾക്ക് ലഭിച്ചു, സൗജന്യമായി തരികയാണ്. ഇലവസமாக பெற்ற நாங்கள் உங்களுக்கு இலவசமாய் தருகிறோம். ഞങ്ങൾ ഈ കൺവെൻഷൻ നടത്തുന്നതിനെ ഒരു വിശുദ്ധനാകണം. நாங்கள் இந்த கன்வென்ஷன் நடத்துவது உன்னை பரிசுத்தனாக. അതിന് നീ ദൈവസന്നിധിയിൽ വരണം. அதற்கு நீ தேவ சமூகத்திலே வர வேண்டும். ദൈവ വചനം സ്വീകരിക്കണം. தேவனுடைய வசனத்தை பெற்றுக்கொள்ள வேண்டும். യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിക്കണം. യേശുവിനാലെ കഴുകപ്പെട வேண்டும். വിശുദ്ധീകരണം പ്രാപിക്കണം. പരിശുദ്ധമാകുതலை ആ കുഞ്ഞാൻ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കളെ, യേശുവാൻ ആട്ടുകുട്ടിയുടെ രക്തത്തിനാലെ നീതിയെ പെറ്റതാണ് ദൈവ ജനങ്ങളെ, നിങ്ങൾക്ക് ആ പ്രാഗൽഭ്യം ഉണ്ടെങ്കിൽ രണ്ട് കൈകളെ ഉയർത്തി ഞങ്ങളുടെ ഒരു ഹല്ലേലൂയ പറയാമോ? ഹല്ലേലൂയ. കുഞ്ഞാട്ടിൻ തീരു രക്തത്താൽ ഞാൻ ജയം പാടിടും. കുഞ്ഞാട്ടിൻ തീരു രക്തത്താൽ സുതരക്തത്താൽ ഞാൻ ജയം പാടിടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കുഞ്ഞാന്റെ രക്തത്താൽ നമുക്ക് ജയം ലഭിച്ചിരിക്കുക. നാം യാവർത്തുകുടിയുടെ രക്തത്തിനാലേ ജയം പെற்றிருக்கிறோம். നമ്മളാരും മാറിയിരിக்கிறோம். ജയശാലികളായി തീർന്നിരിക്കുന്നു. നാം ജയശാലികളായി മാറിയിരിக்கிறோம். അവർ ശുദ്ധ ജലത്തിനാലേ ശരീരം കഴുകപ്പെട வேண்டும். ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആണ്ടവരുടെ പരിശുദ്ധ നാമം മഹിമപ്പെടുവதாக. ഇത് എന്തിനെ വെളിപ്പെടുത്തുന്നു? ഇതേ കാണിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 3-ാം വാക്യത്തിൽ, യോഹന്നാൻ അധികാരം 7-ാം വചനത്തിലെ, എഫെസ്യ ലേഖനം 5-ാം അധ്യായം 26 തുടങ്ങിയുള്ള വാക്യങ്ങളിൽ, എഫെസ്യർ 5-ാം അധികാരം 26 തുടങ്ങിയ വചനങ്ങളിലെ വചനപ്രകാരം എങ്ങനെ കഴുകി പറഞ്ഞു ഞാമെന്ന് പറയുന്നു. വചനത്തിൻപടിയാക നാം എപ്പടിയാക കഴുകപ്പെട முடியும் என்று கிறிஸ்துவினால் நான் உங்களிடத்திலே നിങ്ങൾ സംസാരിച്ച വചന നിമിത്തം നിങ്ങൾ മാറിയിരിக்கிறீர்கள். രണ്ടാമതായി യേശു പറഞ്ഞു, സത്യത്തിന്റെ വചനത്താൽ പിതാവേ ഇവരെ വിശുദ്ധീകരിക്കണമേ. இரண்டாவதாக இயேசு சொல்கிறார், பிதாவே இவர்களை சத்தியத்தின் வசனம்
മൂന്നാമത് ശുദ്ധീകരിத்துக் കൊള്ളും. മൂന്നാമത് എഫേസ്യ ലേഖനം 5-26 വാക്യത്തിൽ അവർ നമ്മളെ വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വസനത്തോടുകൂടിയതാണ് തണ്ണീർ മുഴുക്കി സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമാക്കി സഭയെ പരിശുദ്ധവും പിഴയற்றതുമാക മാറ്റി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിന് നമുക്ക് താനേ മഹിമയാക നമുക്ക് മുൻപാകെ നിർത്തുമ്പടിയാക തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. തമ്മை താൻ ശുദ്ധ ജലത്തിനാലേ ശരീരം കഴുവപ്പെട്ടവர்கள். അതിനാണ് മാമോദിസ ആവശ്യം. அதற்காகத்தான் தண்ணீர் முழுக்கு தேவை. മാമോദിസ എന്ന സുറിയാനി പദം എന്നാണ് അർത്ഥം. அதற்கு மாமோதிசா என்கிறதான சிறியானி வார்த்தை. അർത്ഥം എന്താന്ന് ചോദിച്ചവർക്ക് അർത്ഥം അറിയാമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. அதன் அர்த்தம் எத்தனை பேர்களுக்கு தெரியும் என்று தெரியவில்லை. കുഞ്ഞുങ്ങളെ മുക്കുന്നുമില്ല, அவர்கள் அந்த குழந்தைகளை அதிலே முக்குவதும் இல்லை, കുഞ്ഞുങ്ങളെ മുക്കുന്നതുമില്ല, சிறு குழந்தைகளை தண்ணீரிலே முழுக பண்ணுவதில்லை. പറയുന്നത് മുങ്ങിക്കുളി. அதனால் மாமோதிசா என்று சொல்லிக் கொள்வார்கள். അർത്ഥം എന്താ எனக்கு இந்த பாஷை தெரியாது. എന്നാൽ യാക്കോബായ ആ സഭയിലെ ഒരു പഴയ പുരോഹിതൻ വിവരിച്ചു തന്നിരിക്കുകയാണ്. யாக்கோபா சபையிலே இருந்ததான ஒரு பாதிரியார் இதை எனக்கு சொல்லி தந்தார். എന്താണ് അർത്ഥം? அதுக்கு அர்த்தம் മാമോദിസ എന്ന് പറഞ്ഞാൽ മുങ്ങിക്കുളി. மாமோதிசா என்றால் தண்ணீரிலே மூழ்கி குளிப்பது. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ മാമോദിസ ഏൽക്കണം. பிதா குமாரன் பரிசுத்தாவின் நாமத்திலே இந்த மாமோதிசா பெற்றுக் கொள்ள வேண்டும். അത് നിമജ്ഞനമായിരിക്കണം. அது தண்ணீரிலே மூழ்கித்தான் பெற வேண்டும். അത് വചനപ്രകാരമായിരിക്കണം. அது வசனத்தின்படியாகத்தான் இருக்க வேண்டும். അതുകൊണ്ടാണ് നാം സുവിശേഷങ്ങളിൽ വായിക്കുമ്പോൾ அதனால் சுவிசேஷங்களிலே படிக்கும் பொழுது യോഹന്നാൻ സ്നാപകൻ സ്നാനം കൊടുത്ത സ്ഥലത്ത് யோவான் ஸ்நானகன் ஞானஸ்நானம் கொடுத்த இடத்திலே യേശു ശിഷ്യന്മാരെ കൂട്ടി ശിഷ്യന്മാരാൽ സ്നാനം നടത്തിയ സ്ഥലത്ത് இயேசு சீஷர்களை கூட்டிக் கொண்டு சென்று சீஷர்களினாலே ஞானஸ்நானம் கொடுத்த பொழுது ഐനോനിൽ വളരെ വെള്ളമുണ്ടായിരുന്നെന്നാണ് കാണുന്നത്. ஆயினோனில் மிகுதியாக தண்ணீர் இருந்தது என்று காண்கிறோம். വളരെ എന്ന് പറയുമ്പോൾ അതിന്റെ അളവ് പറഞ്ഞിട്ടില്ല. மிகுதியான தண்ணீர் என்று சொன்னால் அதன் அளவு சொல்லவில்லை. അവിടെയായിരുന്നു സ്നാനം കൊടുത്തത്. அங்கேதான் ஞானஸ்நானம் கொடுத்தார். പ്രിയ ദൈവത്തിന്റെ പൈതലേ, സ്നേഹിതരെ, அருமையான தெய்வ பிள்ளையே, நண்பர்களே, ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെടുക എന്ന് പറഞ്ഞാൽ ഇതാണ്. சுத்த ஜலத்தினாலே கழுவப்படுவது என்று சொன்னால் இதுதான் அதன் கருத்து. നീ ഇപ്പോൾ മുഴുകൽ സ്നാനത്താൽ വിശുദ്ധീകരണം പ്രാപിച്ചിരിക്കുന്നു. தண்ணீர் முழுக்கினாலே நீ பரிசுத்தமாகுதலை பெற்றிருக்கிறாய். അതൊരു സാധാരണ കുളിയല്ല. ഇതൊരു സാധാരണ കുളി അല്ല. സാധാരണ കുളി ജഡത്തിലെ അഴുക്ക് കളയുവാന്ന് പത്രോസ് പറയുന്നു. സാധാരണமாக കുളിക്കും பொழுது മാംസത്തിൻ അഴുക്ക് താൻ പോകും എന്ന് പേതുരു சொல்கிறார். ഞങ്ങൾ പാർത്ത് ശുശ്രൂഷ ചെയ്യുന്നിടത്തും കേരളത്തും മറ്റു പലയിടത്തും വളരെ വലിയ ചൂടാണ് ഇപ്പോൾ. நாங்கள் இப்பொழுது ஊழியர் செய்கிற இடத்திலே கேரளத்திலே எல்லாம் மிகுந்த உஷ்ணமாக இருக்கிறது. എന്നാൽ കട്ടപ്പന മൂന്നാർ അത്ര ചൂടില്ല. ஆனால் கட்டப்பனை மூணாறிலே இவ்வளவு உஷ்ணம் இல்லை. 2, 3, 4, 5 പ്രാവശ്യം കുളിക്കുന്നവരുണ്ട്. 2, 3, 4, 5 முறை கூட குளிப்பவர்கள் உண்டு. കുളി കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ തന്നെ വിയർത്തൊഴുകുകയാണ്. குளித்து நாம் வெளியே வரும்பொழுதே நன்றாக வேர்க்கிறது. അത്രയധികം ചൂടാണ്. அவ்வளவு உஷ்ணமாக இருக்கிறது. എന്നാൽ ഈ കുളിയല്ല മാമോദീസ. ஆனால் இந்த குளி அல்ல மாமோதிசா. അതുകൊണ്ടാണ് തിരുവചനം വ്യക്തമായി പറയുന്നു, ஆதலால் திருவசனம் தெளிவாய் சொல்கிறது, വചനത്തോടു കൂടിയ ജലസ്നാനം. வசனத்தோடு சேர்ந்ததான தண்ணீர் முழுக்கினாலே. ഇത് ആരാണ് കൊടുക്കേണ്ടത്? இதை கொடுக்க வேண்டியவர் யார்? അപ്പോസ്തലന്മാരെയാണ് യേശു ഇത് ഏൽപ്പിച്ചത്. இயேசு இதை ஒப்புக் கொடுத்தது அப்போஸ்தலரிடத்திலே. കുറഞ്ഞപക്ഷം അപ്പോസ്തലന്മാരാൽ ചുമതലപ്പെട്ട് നിയോഗിച്ചവരെങ്കിലും ആയിരിക്കണം. குறைந்தபட்சம் அப்போஸ்தலர்கள் ஏற்படுத்தின சகோதரர்களாக இருக்க வேண்டும். ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. தேவநாமத்துக்கு மகிமை உண்டாவதாக. അവർക്ക് ദൈവസന്നിധിയിലേക്ക് ചെല്ലുവാൻ പ്രാഗൽഭ്യമുണ്ട്. அவர்கள் தேவ சமூகத்திலே செல்லும்படியான தைரியம் நல்மனசாட்சி உண்டு. ആകയാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വാതിലാണ്. ஆதலால் ஆண்டவராയ இயேசு நமக்கு ஒரு வாசல். അവൻ എന്താണ് പറഞ്ഞത്? அவர் என்ன சொன்னார்? ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. நான் மூலமேன்றி யாரும் பிதாவின் அண்டையும் வருவதில்லை. ആടുകളുടെ വാതിൽ ഞാനാണ്. ஆடுகளின் வாசல் நானே. രണ്ടാമതായി കർത്താവായ യേശു മറ്റൊരു വാതിൽ തുറന്നു. இரண்டாவதாக ஆண்டவராയ இயேசு மற்றொரு வாசலை திறந்தார். ആ വാതിൽ പർദീസായുടെ വാതിലാണ്. அது பரதீசின் வாசல். എങ്ങനെ പറയുവാൻ കഴിയും പർദീസായുടെ വാതിലെന്ന്? அது பரதீசின் வாசல் என்று எப்படி சொல்ல முடியும்? പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുമ്പോൾ நாம் பழைய ஏற்பாட்டிலே படிக்கும் பொழுது ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിൽ ആദിയാഗമം 3-ാം അധികാരം 24-ാം വചനത്തിലെ പുരാതന ഏദൻ പർദീസയ്ക്ക് സമം. മുൻകാലങ്ങളിൽ ഇരുന്നതാன ഏദൻ என்பது பரதீசுக்கு ஒப்பாக இருந்தது. ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുമ്പോൾ ആദിയാഗമത്തിലെ പഠിക്കും பொழுது ഇവിടെ ഇതാ ജ്വലിക്കുന്ന ഊരിപ്പിടിച്ച വാളുമായി കെരൂബ് കാത്തു നിൽക്കുന്നു. அங்கு எரிகிறதான உருவப்பட்டதான பட்டயத்தோடு கூட கேருபு அங்கே நிற்கிறது. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവറി ബലിയാൽ, ஆனால் இயேசுவானவருடைய கல்வாரி பலியினாலே ആ ദൈവകോപമാകുന്ന ന്യായവിധിയിൽ നിന്ന് മാനവരാശിയെ വിടുവിച്ചു. தேவ கோபம் என்னும் நியாய தீர்ப்பிலிருந்து மனுக்குலத்தை விடுவித்தார். അതുവരെയും മനുഷ്യന് വിടുതലുണ്ടായിരുന്നില്ല. அது மட்டும் மனிதன் விடுதலை பெற்றிருக்கவில்லை. ഇതാ കർത്താവായ യേശുവിന്റെ
ശരീരം ദേഹം നമുക്ക് വേണ്ടി ചീന്തപ്പെട്ടതിനാൽ இதுதான் ஆண்டவராகிய இயேசுவின் தேகமானது நமக்காக கிழிக்கப்பட்டபடியினாலே കാൽവറിയിൽ ബലി ആയതിനാൽ அவர் கல்வாரியிலே பலியாக மாற்றப்பட்டபடியினாலே ആ ദൈവകോപമാകുന്ന ന്യായവിധിയുടെ വാൾ മാറ്റപ്പെട്ടു. தேவகோபம் என்னும் நியாயத்தீர்ப்பின் பட்டயம் நீக்கப்பட்டது. സഖരിയാ പ്രവചനം 13-ാം അധ്യായം 7-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. സഖരിയ 13-ാം അധികാരം 7-ാം വചനത്തിൽ പഠിക്കുന്നു. വാളേ എന്റെ ഇടയന്റെ നേരെയും എന്റെ കൂട്ടാളിയായ പുരുഷന്റെ നേരെയും ഉണരുക. പട്ടയമേ എൻ മേയ്പ്പനുக்கு நேராக பங்காளியான புருஷனுக்கு நேராக நீ எழும்பு. ഇടയനെ വെട്ടുക. മേയ്പ്പനെ വെട്ട്. കർത്താവായ യേശു ക്രിസ്തുവാണിത്. ആണ്ടവരായ യേശുதான் இந்த മേയ്പ്പർ. യേശുവിനെ സംബന്ധിക്കുന്ന ഒരു പ്രവചനമാണ്. ഇത് യേശുവെ കുറിച്ചതാണ് ഒരു ദീർഘദർശനം. യേശുവിന്റെ കാൽവറി യാഗത്തിൽ പൂർണ്ണമായി നിവർത്തിയ യേശുവിൻ കൽവാരി ബലിയിലെ അത് മുഴുവനാக நிறைவேற்றப்பட்டது. എന്താണ് നടന്നത്? அங்கே சம்பவித்ததுதான் என்ன? ന്യായവിധി ഏറ്റെടുത്തു. அவர் அந்த நியாய தீர்ப்பை தன்மேலே ஏற்றுக்கொண்டார். അതുകൊണ്ട് എന്ത് നടന്നു? ஆதலால் சம்பவித்தது என்ன? വിശുദ്ധ ലൂക്കോസ് പരിശുദ്ധ ലൂക്കാ 23-ാം അധ്യായം 23-ാം അധികാരം 42-43 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുക. 42-43 വചനങ്ങളിൽ യേശുகிறார். യേശുവിനോട് രണ്ട് കള്ളന്മാരെ ഇടത്തും വലത്തും ക്രൂശിച്ചു. യേശുவோடு சேர்ந்து இரண்டு திருடர்களை அவருடைய இடதுபுறமாக வலதுபுறமாக சிலுவையிலே அறைந்தார்கள். അതിൽ ഒരു കള്ളൻ യേശുവിനോട് പറഞ്ഞു. அதிலே ஒரு திருடன் இப்படியாக இயேசுவிடத்திலே சொல்கிறான். യേശുവേ അങ്ങ് ദൈവപുത്രനാണ്. യേശുവേ நீர் தேவகுமாரன். നീ രാജത്വം പ്രാപിച്ചു വരുമ്പോ എന്നെ കൂടെ ഓർത്തോളണമേ. നീ രാജരീകത്തെ പെറ്റു വരുമ്പോഴേ എന്നെയും നിனைத்துக் കൊള്ളും. മറ്റേ കള്ളനോ യേശുവിനെ നിന്ദിക്കുകയാണ്. இன்னொரு കള്ളൻ യേശുവെ നിന്ദിக்கிறான். ഇവനോ എന്താണ് പറഞ്ഞത്? ஆனால் ഇവൻ சொன்னதென்ன? ഓ ഞങ്ങൾ ചെയ്ത തെറ്റിനാണ് ഈ ശിക്ഷ ഏൽക്കുന്നത്. நாங்கள் செய்த தவறுக்கு தான் தண்டனை அடைகிறோம். ഇവനോ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല. இவர் ஆகாத காரியம் ஒன்றும் செய்யவில்லை. അപ്പോഴും മറ്റേ കള്ളൻ വിളിച്ചു പറയുകയാണ്. அப்பொழுது மற்ற இன்னொரு கள்ளன் சொல்கிறான். ദൈവപുത്രനെങ്കിൽ ക്രൂശ് വിട്ട് താഴെ ഇറങ്ങി വാ, ഞങ്ങളെ രക്ഷിക്ക. தேவகுமாரன் என்றால் சிலுவையை விட்டு இறங்கி எங்களை நீ தப்பிக்கும்படியாய் செய். അപ്പോൾ ഈ കള്ളൻ പറയുകയാണ്. அப்பொழுது இந்த கள்ளன் சொல்கிறான். നാമോ ന്യായമായ ശിക്ഷ അനുഭവിക്കുന്നു. நாமோ நியாயமான தண்டனையை பெறுகிறோம். കാരണം നമ്മുടെ പ്രവർത്തിക്കുന്നതാണ് കിട്ടേണ്ടത്. நாம் செய்த கிரியைகளுக்கு இதுதான் நாம் அடைய வேண்டும். എന്നാൽ ഇവനോ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല. ஆனால் இவரோ தகாதது ஒன்றும் செய்யவில்லை. യേശു കർത്താവ് എന്ത് പറഞ്ഞു? ஆண்டவர் இயேசு சொன்னது என்ன? നാം ആണെങ്കിൽ തലയ്ക്ക് കൈയും വെച്ച് എല്ലാരെയും ശപിച്ചേനെ. நாமோ தலையிலே கை வைத்து நாம் எல்லாரையும் சபித்திருப்போம். കഷ്ടതയുടെ പാരമ്യത്തിലും அந்த கொடுமையான கஷ்டங்களின் மத்தியிலும் യേശു തമ്പുരാൻ എന്താ പറഞ്ഞത്? ஆண்டவர் இயேசு என்ன சொன்னார்? നീ ഇന്ന് എന്നോടുകൂടെ പർദീസയിലിരിക്കും. இன்றைக்கு நீ என்னுடனே கூட பரதீசிலே இருப்பாய். യേശുവിന്റെ കാൽവറി ബലിയാൽ പർദീസയുടെ വാതിൽ നമുക്ക് വേണ്ടി വിശാലമായി തുറന്നു. இயேசுவின் கல்வாரி பலியினாலே பரதீசின் வாசல் நமக்காக விரிவாக திறக்கப்பட்டது. അതുകൊണ്ടാണ് ഈ സുവിശേഷം അനുമതി വാങ്ങിച്ചുകൊണ്ട് ഞങ്ങൾ ജയിലുകളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. ஆதலால் நாங்கள் அனுமதியை பெற்றுக்கொண்டு நாங்கள் சிறைச்சாலைகளில் கூட இந்த சுவிசேஷத்தை பேசுகிறோம். ഏത് കുറ്റവാളികളും രക്ഷിക്കപ്പെട്ട് യേശുവിനെ സ്വീകരിക്കട്ടെ. எந்த குற்றவாளியும் அவர்கள் ரட்சிக்கப்பட்டு இயேசுவை ஏற்றுக்கொள்ளட்டும். അവർ ക്രിസ്തുവിനെ പ്രസംഗിക്കട്ടെ. அவர்களும் கிறிஸ்துவை பிரசங்கிக்கட்டும். ഈ യേശു പാപങ്ങളിൽ മോചനം നൽകുന്നവന് പറയട്ടെ. இந்த இயேசு பாவங்களை மன்னிக்கிறவர்கள் என்று அவர்கள் சொல்லட்டும். ഇതാ കർത്താവായ യേശുവിന്റെ കാൽവറി ബലിയാൽ இந்த கல்வாரி இயேசுவின் கல்வாரி பலியினாலே പർദീസയുടെ വാതിൽ കള്ളന് വേണ്ടി തുറന്നു കൊടുത്തു. அந்த கள்ளனுக்காகவும் பரதீசின் வாசல் திறக்கப்பட்டது. കള്ളനിനി കള്ളനല്ല. அவன் இனி திருடன் அல்ல. അവൻ വിശുദ്ധീകരണം പ്രാപിച്ചു. அவன் பரிசுத்தமாக்கப்பட்டு விட்டான். അവൻ ഏറ്റു പറഞ്ഞു. அவன் அறிக்கை செய்தான். ഓ എന്നെ കൂടെ ഓർത്തുകൊള്ളണമേ. ஆண்டவரே என்னையும் நினைத்துக் கொள்ளும். പ്രിയ സ്നേഹിതാ, அருமையான நண்பனே, പക്ഷേ ദൂരെ നിന്ന് നീ ദൈവവചനം കേൾക്കുന്നതായിരിക്കും. ஒருவேளை நீ விலகி நின்று வசனத்தை കേട്ടുകൊണ്ടിருக்க கூடும். നീ ഇന്നൊരു പക്ഷേ ആദമ പാപിയായിരിക്കാം. ஒருவேளை நீ நீச பாவியாக இருக்கக்கூடும். സൗജന്യമായി പാപമോചനം തരുവാൻ യേശു നിന്റെ സമീപത്ത് നിൽപ്പുണ്ട്. ஆனால் இதோ உனக்கு இலவசமான பாவ மன்னிப்பை தரும்படியாக இயேசுவானவர் இதோ உன்னுடைய பக்கமாக நிற்கிறார். ആ യേശുവിന്റെ രക്തത്താൽ, அந்த இயேசுவின் இரத்தத்தினாலே, അവന്റെ വചനത്താൽ, அவருடைய வசனத்தினாலே നിനക്ക് പാപമോചനമാകുന്ന വീണ്ടെടുപ്പ് പ്രാപിക്കാം. பாவ மன்னிப்பு மீட்பை நீ பெற்றுக் கொள்ளலாம். ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ஆண்டவருடைய பரிசுத்த நாமம் மகிமைப்படுவதாக. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവറി യാഗത്താൽ, ஆண்டவராയ இயேசுவின் கல்வாரி பலியினாலே ക്രൂശിന്റെ 6 മാർഗങ്ങളാണ് തുറന്നത്. சிலுவையின் 6 மார்க்கங்கள் திறக்கப்பட்டது. ഒന്നാമത്തെ മാർഗം സമാധാന മാർഗം. முதலாவது மார்க்கம் அது சமாதானத்தின் மார்க்கம். സമാധാനമില്ലാത്ത മനുഷ്യന് യേശുവിന്റെ കാൽവറിയിലൂടെ സമാധാനം. சமாதானமில்லாத
இல்லாத மனிதன் இயேசுவின் கல்வாரியின் மூலமாக சமாதானம். രണ്ട് ക്രൂശീകരണം കഷ്ടതയുടെ മാർഗം. இரண்டாவதாக சிலுவை பாடுகளின் மார்க்கம். യേശു കഷ്ടം അനുഭവിപ്പാൻ ഏൽപ്പിച്ചു. இயேசு பாடு அனுபவிக்க ஒப்பு கொடுத்தார். അതുകൊണ്ട് എന്താണ് നമുക്ക് ലഭിച്ചത്? ஆதலால் நாம் பெற்றதுதான் என்ன? പാപമോചനം കിട്ടി. பாவ மன்னிப்பை பெற்றோம். மட்டுமல்லாமல் ദൈവജനങ്ങൾ രോഗശാന്തിയും കിട്ടി. தேவஜனங்களுக்கு வியாதியிலே சுகமும் கிடைக்கிறது. അതുകൊണ്ട് ഞങ്ങൾ എവിടെ സുവിശേഷം പറഞ്ഞാലും, ஆதலால் நாங்க எங்கேதான் சுவிசேஷம் சொன்னாலும் പാപമോചനവും ഒപ്പം രോഗശാന്തിയും പറയൂ. பாவ மன்னிப்போடு கூட தெய்வீக சுகத்தையும் சொல்வோம். എന്തുകൊണ്ട്? ஏன்? യെശയ്യാ 53 അധ്യായത്തിൽ വായിക്കുമ്പോൾ യെശയ്യാ 53 അധികാരത്തിലെ അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അവരുടെ തഴുമ്പുകളിനാലേ ഗുണമാണോം. അവൻ നമുക്ക് വേണ്ടി കഷ്ടം സഹിച്ചതിനാൽ, അവർ നമുക്കാக பாடுகள் സഹിത്തபடியினால், ശരീരം മുഴുവൻ തകർക്കപ്പെട്ടതിനാൽ, അവരുടെ ശരീരം മുഴുവൻ നുറുക്കപ്പെട്ടபடியினால், രക്തം ഒഴുക്കിയതിനാൽ, அந்த இரத்தம் எல்லாம் சிந்தினபடியினால், പാപമോചനം മാത്രമല്ല பாவ மன்னிப்பு மட்டுமല്ല രോഗശാന്തിയുമുണ്ട്. அதிலே சுகமுமுண்டு. ഈ രോഗശാന്തിയുടെ പേരെന്താണ്? இந்த சுகத்தின் பேர்தான் என்ன? ദൈവീക രോഗശാന്തി. தெய்வீக சுகம். ഇന്നും ആയിരക്കണക്കിന് ജനങ്ങൾ പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. இன்றைக்கும் ஆயிரக்கணக்கான ஜனங்கள் அதை பெறுகிறார்கள். യേശു കർത്താവ് സൗഖ്യദായകൻ. ஆண்டவர் இயேசு சுகமளிக்கிறவர். ഇത് ഞങ്ങളുടെ സാക്ഷിയത്രേ. இது எங்களுடைய சாட்சியும் கொடுத்தான். ഇവിടെ ഇരിക്കുന്ന അനേകരുടെ സാക്ഷിയാണ്. இங்கே இருக்கும் அநேகரின் சாட்சியும் இதுதான். യേശു പാപമോചനം നൽകുക മാത്രമല്ല, இயேசு பாவங்களை மன்னிப்பது மட்டுமல்ல, രോഗശാന്തിയും ആരോഗ്യവും വരുത്തുന്നവനാണ്. வியாதிகளை சுகமாக்கி ஆரோக்கியம் அளிக்கிறார். ആകയാൽ ക്രൂശിന്റെ മാർഗം കഷ്ടതയുടെ മാർഗമാണെങ്കിൽ, அதனால் சிலுவையின் மார்க்கம் பாடுகளின் மார்க்கம் என்றார். യേശു കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തീർന്നെങ്കിൽ, இயேசுவானவர் பட்ட பாடுகளினாலே கீழ்ப்படிதலிலே பூரணமடைந்தார் என்றால், തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയ്ക്ക് കാരണഭൂതനായെങ്കിൽ, தமக்கு கீழ்ப்படுகிற யாவருக்கும் அவர் நித்திய ரட்சிப்பை அளிக்கிறார் என்றால், ഈ ദൈവിക രോഗശാന്തി പൈതലേ സ്നേഹിത നിനക്കും പ്രാപിക്കാം. அருமையான தேவ பிள்ளையே, நண்பனே, இந்த தெய்வீக சுகத்தை நீயும் பெற முடியும். ഇന്ന് രാത്രി ആരെങ്കിലും രോഗത്തോടെ ഇവിടെ വന്നിരിക്കുന്നുവോ? இந்த இரவிலே யாராகிலும் வியாதியோடு இங்கே வந்திருப்பீர்கள் என்றால், വേദനയാൽ ഭാരപ്പെടുന്നുവോ? வேதனையோடு பாரப்படுகிறீர்களா? അല്ല, നിങ്ങളുടെ ബന്ധുമിത്രാദികൾ ആരെങ്കിലും രോഗത്താൽ ഭാരപ്പെടുന്നു, അവരുടെ വിഷയമായിട്ടായിരിക്കാം നീ വന്നിരിക്കുന്നത്. உங்கள் உற்றார் உறவினர்கள் வியாதினாலே கஷ்டப்படும் பொழுது நீ அதனாலே பாரமடைந்து வந்திருப்பாய் என்றால், നീ ഒന്ന് വിശ്വസിക്കുമോ? நீ ஒன்று விசுவசிப்பாயோ? യേശുവിനായി ഹൃദയം സമർപ്പിക്കുമോ? இயேசுவுக்காக இருதயத்தை ஒப்படைப்பாயோ? അവന്റെ അടുക്കലേക്ക് വരുമോ? அவரண்டை வருவாயோ? അങ്ങനെയാണെങ്കിൽ ഈ മാർഗത്തിലൂടെ നിനക്ക് ദൈവിക രോഗശാന്തി പ്രാപിക്കാം. அப்படி என்றால் இந்த மார்க்கத்தினூடாக தெய்வீக சுகத்தை நீயும் பெறலாம். ഇന്ന് ഈ ദൈവിക രോഗശാന്തി അനുഭവിക്കുന്ന ദൈവത്തിന്റെ ജനം കരങ്ങളെ ഉയർത്തി ഞങ്ങളുടെ ഒരു ഹല്ലേലൂയ പറയട്ടെ. ஹல்லேலூயா. ഈ സാക്ഷ്യം ദൈവിക രോഗശാന്തിയുടെ സാക്ഷ്യമത്രേ. சாட்சி தெய்வீக சுகத்தின் சாட்சியே. മൂന്നാമത്തെ ക്രൂശിന്റെ മാർഗം വീണ്ടെടുപ്പിന്റെ മാർഗമാണ്. மூன்றாவதாக சிலுவையின் மார்க்கம் மீட்பின் மார்க்கம். ഏതൊരു മനുഷ്യനെയും വീണ്ടെടുക്കുന്ന മാർഗം. எந்த மனிதனையும் மீட்டுக் கொள்ளும் மார்க்கமே. നാലാമത്തെ മാർഗം ക്രൂശിന്റെ മാർഗം സ്വാതന്ത്ര്യത്തിന്റെ മാർഗമാണ്. நான்காவதாக சிலுவையின் மார்க்கம் சுயாதீனத்தின் மார்க்கம். ഏതൊരു മനുഷ്യനെയും സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവരുന്നു. எந்த மனிதனையும் சுயாதீனத்துக்குள்ளாக கொண்டு வருகிறது. ബൈബിൾ എന്ത് പറയുന്നു? வேதாகமம் சொல்வது என்ன? അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുള്ളവർക്ക് യാതൊരു ശിക്ഷാവിധിയും ഇല്ല. ஆதலால் இப்பொழுது கிறிஸ்துவுக்கு உட்பட்டவர்களுக்கு தண்டனை இல்லை. അഞ്ചാമത്തെ ഈ മാർഗത്തിന്റെ പേര് രക്ഷാമാർഗം എന്നാണ്. ஐந்தாவதாக இந்த மார்க்கத்தின் பேர் ரட்சிப்பின் மார்க்கம். ആറാമത്തെ ക്രൂശ് മാർഗത്തിന്റെ പേര് കൃപാമാർഗം എന്നാണ്. ஆறாவது சிலுவையின் மார்க்கத்தின் பெயர் கிருபையின் மார்க்கம். വിവരിപ്പാൻ നേരമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ആ വിഷയം അവസാനിപ്പിക്കുന്നു. விரிவாய் சொல்ல நேரமில்லாதபடியால் இதோடு முடித்துக் கொள்கிறோம். പ്രിയ ദൈവത്തിന്റെ പൈതലേ, സ്നേഹിതരെ, அருமையான தேவ பிள்ளையே, நண்பனே, ഈ അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാപിപ്പാൻ കഴിഞ്ഞിട്ടുണ്ടോ? இந்த அனுபவங்களை உங்கள் வாழ்க்கையிலே பெற்றுக்கொள்ள முடிந்திருக்கிறதா? ഇതാ യേശു പർദീസയുടെ വാതിൽ നിനക്ക് വേണ്ടി തുറന്നു കഴിഞ്ഞു. இதோ இயேசுவானவர் பரதீசின் வாசலை உனக்காக திறந்திருக்கிறார். ആ ക്രൂശിലെ കള്ളന് മോചനം കൊടുത്ത ദൈവം, அந்த சிலுவை கள்ளனுக்கு விடுதலை கொடுத்த தேவன், ക്രൂശ് മാറ്റി പർദീസ കൊടുത്ത ദൈവം, சிலுவை மாற்றி பரதீசை அளித்த தேவன் ഇന്ന് രാത്രി നിനക്കും തരുവാൻ ആഗ്രഹിക്കുന്നു. இந்த இரவிலே உனக்கு தர விரும்புகிறார். മൂന്നാമതായിട്ട് மூன்றாவதாக യേശു തുറന്ന വാതിൽ എന്താണ്? இயேசுவானவர் திறந்த வாசல் என்ன? മരണത്തിന്റെയും പാതാളത്തിന്റെയും വാതിൽ തുറന്നു. மரணத்தின் பாதாளத்தின் வாசலை திறந்தார். ഈ വാതിലിന് രണ്ടു പേരാണ്. இந்த வாசலுக்கு ரெண்டு பேர். ഒന്ന് മരണം, രണ്ട് പാതാളം. ஒன்று மரணம், இரண்டாவதாக பாதாளம். ഈ രണ്ട് കാര്യങ്ങൾ യേശു ഒന്നിച്ചു നിവർത്തിച്ചു.
പ്രവർത്തിച്ചു. യേശു இந்த இரண்டு காரியங்களையும் ஒருமித்து செய்தார். കാരണം മരണമെന്ന് പറയുന്ന വലിയൊരു ശത്രുവായിരുന്നു. ஏனென்றால் மரணம் ஒரு பெரிய சத்துருவாக இருந்தது. മരണത്തിന്റെ ഒരു അധികാരിയുണ്ട്. இந்த மரணத்துக்கு ஒரு அதிகாரி இருக்கிறான். അവന്റെ പേരാണ് പിശാച്. அவன் பெயர்தான் பிசாசு. അവൻ പാതാളത്തെ അടക്കി വാഴുന്നവനായിരുന്നു. அவன் பாதாளத்தை அடக்கி ஆண்டு கொண்டிருந்தான். യേശു എന്ത് ചെയ്തു? இயேசுவானவர் செய்தது என்ன? തന്റെ കാൽവറി ബലിയാൽ, தம்முடைய கல்வாரி பலியினாலே എബ്രായ ലേഖനം எபிரேய நிருபம் 2-ാം അധ്യായം 2-ാം அதிகாரம் 14-15 വാക്യം 14-15 വചനങ്ങൾ വായിക്കാം. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരെ ഒക്കെയും വിടുവിച്ചു. ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരെ ഒക്കെയും വിടുവിച്ചു. ജീവകാലമെല്ലാം മരണഭയത്തിനാലെ അടിമത്തനത്തിற்குள்ளானவர்கள் யாவரையும் விடுதலை பண்ணினார். നോക്കുക യേശു ചെയ്ത പ്രവൃത്തി. യേശു ചെയ്ത ക്രിയയെ പാരുங்கள். മരണത്തിന്റെ അധികാരിയായ പിശാചിനെ പിടിച്ചു. മരണத்துக்கு அதிகாரியாகிய பிசாசை பிடித்தார். അവന്റെ ശക്തിയെ തകർത്തു. அவனுடைய வல்லமை அழித்தார். ഇന്നിപ്പോൾ യേശു ആരാണ്? இன்றைக்கு இயேசுவானவர் யார்? മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ കൈവശമുള്ളവനാണ്. மரணத்தின் பாதாளத்தின் திறவுகோல் உடையவர். ദൈവനാമത്തിന് മഹത്വം ദൈവനാമം ഉണ്ടാകട്ടെ. മഹിമപ്പെടുവதாக. വെളിപ്പാട് പുസ്തകം വെളിപ്പെടുത്തുന്ന വിശേഷം 1-ാം അധ്യായം 1-ാം അധികാരം 18-ാം വാക്യം വായിക്കുമ്പോൾ 18-ാം വചനം പഠിക്കും പൊഴുത് ഇതാ ഈജിയൻ കടലിലെ കൊച്ചുദ്വീപായ ഈജിയൻ കടലിൽ ഇരുന്നതാണ് ഒരു സിറിയ ദ്വീപാകിയ പത്മോസിൽ പത്മോ എന്നും ദ്വീപിലെ യോഹന്നാൻ അപ്പോസ്തലൻ തടവിലായിരിക്കുന്നു. അപ്പോസ്തലനായ യോവാനെങ്കിലെ സിறைப்படுத்தப்பட்டார். അവന്റെ അടുക്കലേക്ക് ചെന്ന് യേശു പറഞ്ഞു, അവനண்டை சென்ற இயேசு சொன்னார், യോഹന്നാനേ, നീ മരണത്തെ പേടിക്കണ്ട. யோவானே, மரணத்தை பயப்பட வேண்டாம். പാതാളത്തെ പേടിക്കണ്ട. நீர் பாதாளத்தை பயப்பட வேண்டாம். ഞാൻ മരണത്തെയും പാതാളത്തെയും ജയിച്ചിരിക്കുന്നു. நான் மரணத்தையும் பாதாளத்தையும் வென்றேன். നീ ഇങ്ങോട്ട് കണ്ണു തുറന്ന് നോക്കിക്കേ. கண்களை திறந்து என்னை பார். മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശം. மரணத்தின் பாதாளத்தின் திறவுகோல் இதோ என் கைவசத்தில் இருக்கிறது. ഇവിടെ കണ്ണടച്ചിരിക്കുന്നവരൊക്കെ ഒന്ന് കണ്ണു തുറന്ന് നോക്കിക്കേ. கண்ணடைத்திருக்கிறவர்கள் சற்று கண்ணை திறந்து பாருங்கள். ഇപ്പൊ ചിലരെല്ലാം ഞങ്ങൾക്ക് വേണ്ടി കണ്ണടച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. இப்பொழுது சிலர் எங்களுக்காக நன்றாக கண்களை மூடி ஜெபிக்கிறார்களாம். കാരണം എല്ലാരും വിശ്വാസികളല്ലേ? எல்லாரும் விசுவாசிகள் தானே. അവിടെ പ്രാർത്ഥന ഉപവാസ പ്രാർത്ഥന നടത്തി ഇവിടെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. அங்கே உபவாச ஜெபம் நடந்தது, இப்பொழுது நடந்து கொண்டிருக்கிறது. അപ്പൊ പറഞ്ഞു കൊടുത്തിരുന്ന ദൈവദാസൻ ശക്തിയോടെ പറഞ്ഞു, വചന ശുശ്രൂഷ നടക്കുമ്പോൾ ശക്തിയോടെ നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കണ്ണടച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. அப்பொழுது அங்கே சொன்னதான ஊழியக்காரர் வல்லமையாக சொன்னார், அந்த தேவ வசனம் பேசும்பொழுது நீங்கள் வல்லமையாக ஜெபிக்க வேண்டும் என்று சொல்லி, அதனால் சிலர் இங்கே கண்களை மூடிக்கொண்டிருக்கிறார்கள். എന്നാൽ ഞങ്ങൾ നിങ്ങൾക്ക് ഒരു ചെറിയ ഇളവ് തരാൻ പോവുക. ஆனாலும் நாங்கள் கொஞ்சம் அதிலிருந்து விடுதலை பண்ணி, ഇപ്പോൾ കണ്ണടച്ച് ആരും പ്രാർത്ഥിക്കേണ്ട. யாரும் இப்பொழுது கண்களை மூடி ஜெபிக்க வேண்டாம். ഇപ്പൊ കണ്ണു തുറന്ന് ചെവി തുറന്ന് നന്നായി കേൾക്കുക. நன்றாக கண்களை காதுகளை திறந்து கேட்டுக்கொள்ளுங்கள். യോഹന്നാനേ, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. யோவானே, மரணத்துக்கும் பாதாளத்துக்கும் உள்ள திறவுகோல் என்னிடத்தில் இருக்கிறது. ആകയാൽ ദൈവത്തിന്റെ ജനമേ, നമ്മൾ ഭയപ്പെടേണ്ട. தேவஜனமே, ஆதலால் பயப்பட தேவையில்லை. അനേകർ മരണത്തെ ഭയപ്പെടുന്നവരുണ്ട്. ஏராளமானவர்கள் மரணத்துக்கு பயப்படுகிறார்கள். യേശു എന്താണ് ചെയ്തത്? இயேசு செய்தது என்ன? മരണഭയം മാറ്റി. மரண பயத்தை நீக்கினார். ഇപ്പോൾ നമ്മൾ ആരായി തീർന്നു? நாம் இப்பொழுது யாராக மாறி இருக்கிறோம்? പൗലോസ് ഇങ്ങനെ പറയുന്നു. அது பேதுரு இப்படி சொல்கிறார். ഫിലിപ്പ് ലേഖനം 1-ാം അധ്യായം 21-ാം വാക്യം. பிலிப்பியர் 1-ാം அதிகாரம் 21-ാം വചനത്തിലെ പൗൽ சொல்கிறார், മുമ്പ് ഞാൻ ഭയപ്പെട്ടിരുന്ന മരണം ഇന്നിപ്പോൾ എനിക്ക് ലാഭമാണെന്ന് പറയുന്നു. ஒரு காலத்திலே நான் பயமடைந்திருந்ததான மரணம் இன்றைக்கு எனக்கு லாபமாக மாறிவிட்டது. എത്ര ദൈവങ്ങൾക്ക് ഇന്ന് രാത്രി പറയാൻ കഴിയും? எத்தனை ஜனங்கள் இன்றைக்கு சொல்ல முடியும்? അതുകൊണ്ടാണ് നമ്മൾ പാടുന്നത്, அதனால் நாம் பாடுகிறோம், എനിക്കു ജീവിക്കുന്നതു ക്രിസ്തുവും മരിച്ചിടുന്നത് ലാഭവും തന്നെ. എനിക്കു ജീവിക്കുന്നതു ക്രിസ്തുവും മരിച്ചിടുന്നത് ലാഭവും തന്നെ. പാടാൻ നേരമില്ലല്ലോ. സ്തോത്രം. பாட நேரம் போதாதே. ஸ்தோத்திரம். എനിക്ക് ജീവിക്കുന്ന ക്രിസ്തു, മരിക്കുന്ന ലാഭം. கிறிஸ்து எனக்கு ஜீவன், மரணம் எனக்கு ஆதாயம். എത്ര ഭാഗ്യകരമായ അനുഭവമാണ്. எவ்வளவு பாக்கியமான அனுபவம். ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. தேவனுடைய நாமம் மகிமைப்படுவதாக. ഇനിയും മരണത്തിന്റെ കുരുക്കില്ല. இன்னும் மரணத்தின் கட்டுகள் இல்லை. അഴിഞ്ഞുപോയി. அது அழிக்கப்பட்டது. ഒരു കാര്യം നിങ്ങളോട് ഇതിനോട് ചേർന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. இதோடு சேர்ந்து ஒரு காரியம் சொல்ல விரும்புகிறேன். ഒരിക്കൽ ஒரு முறை
ഒരു സുവിശേഷ ഒരു സുവിശേഷകൻ ഒരു സുവിശേഷ കൂട്ടത്തിലുള്ളതാണ് ഒരു സുവിശേഷകൻ സുവിശേഷ പ്രതികളുടെ ട്രാക്ട് വിതരണം ചെയ്യാൻ പോയി. അവർ இந்த സുവിശേഷ പ്രതി ട്രാക്ട് കൊടുക്കുമ്പടിயாக சென்றார். ഈ ട്രാക്റ്റുകൾ ഇങ്ങനെ വിതരണം ഓരോ വീടുകളിലും ചെന്ന് മുട്ടി അവർ വാതിൽ തുറക്കുമ്പോൾ ട്രാക്ട് കൊടുക്കും. അവർ ഒവ്വൊരു വീട്ടിൻ കதவிலே சென்று തട്ടി വാസൽ തുറക്കുമ്പോൾ இந்த கைப்பிரதியை கொடுப்பார். അധികമായിട്ടൊന്നും പറയാൻ നിൽക്കില്ല, ട്രാക്ട് കൊടുത്ത് താൻ പോരും. അവർ അധികமாக ഒന്നും சொல்வதிலே இந்த கைப்பிரதியை கொடுத்து விட்டு போவார். ഒരു ദിവസം താൻ ഇങ്ങനെ പല വീടുകളിൽ ട്രാക്ട് കൊടുത്തു പോയി. ഒരു മുறை இப்படியாக പല വീടുകളിൽ கைப்பிரதியை கொடுத்து போனார். അടുത്തൊരു വീട്ടിൽ ചെന്ന് പല പ്രാവശ്യം കതകിൽ മുട്ടി. இன்னொரு வீட்டிலே சென்று பலமுறை கதவை தட்டினார். തുറന്നില്ല. திறக்கப்படவில்லை. വീണ്ടും അല്പം കൂടെ ശക്തമായിട്ട് മുട്ടി. இன்னும் கொஞ்சம் சக்தியாக அவர் தட்டினார். അപ്പൊ ഒരുവൻ പുറത്തോട്ട് ഇറങ്ങി വന്നു. ഒരുവൻ വെളിയിൽ വந்தான். ട്രാക്ട് എല്ലാം വാങ്ങിച്ചു. அந்த கைப்பிரதிகளை வாங்கினான். എന്നാൽ ഇയാളുടെ മുഖത്തടിക്കുന്ന പോലെ ആ കതക് വീടിന്റെ കതക് വലിച്ചടച്ച് അയാളകത്തേക്ക് കയറി. മുഖത്തിലെ അരയുகிற വണ്ണமாக அந்த வாசலை நல்ல பலமாக ஓங்கி அடைத்து விட்டு போய்விட்டார். സാധു മനുഷ്യൻ തിരിച്ചു പോരും. ഏഴയാള മനുഷ്യൻ திரும்பி வந்து விட்டார். എന്നാൽ ഈ മനുഷ്യന്റെ സുവിശേഷീകരണം എന്ന് പറയുമ്പോൾ ஆனால் இவர் சுவிசேஷம் சொல்லும் விதம் என்னவென்றால் ഒരു ദിവസം ട്രാക്ട് കൊടുക്കുകയാണെങ്കിൽ அவர் கொஞ்சம் கைப்பிரதி கொடுத்தார். ഒരാഴ്ച കഴിഞ്ഞ് അതേ വീട്ടിൽ വീണ്ടും പോകും. ഒരു വാരத்துக்கு பின்பு அதே வீட்டிலே மறுபடியும் செல்வார். എന്തെങ്കിലും പ്രതികരണം ഉണ്ടായോ എന്ന് അറിയണ്ടേ? அவர்கள் ஏதாவது அதுக்கு பதில் சொல்வார்களா என்று தெரியும்படியாக അങ്ങനെ ചെന്ന് ഈ അധിക നേരം മുട്ടിയ കതക് വലിച്ചടച്ച ആ വീട്ടുടമയുടെ വീട്ടിൽ വീണ്ടും ചെന്നു. அப்படியாக அவர் சென்ற பொழுது இவர் வெகு நேரம் தட்டினதான வாசலை ஓங்கி அடைத்ததான அந்த வீட்டிலே மறுபடியும் சென்றார். കതകിനൊന്ന് മുട്ടി. அவர் மறுபடியும் கதவை പഴയ ആള് വേഗം വന്ന് തുറന്നു. அந்த பழைய நபர் சீக்கிரமாக வந்து திறந்தார். മുഖത്തൊരു വ്യത്യാസം. அந்த முகத்திலே மாற்றம். സന്തോഷത്തോടെ വന്നിരിക്കുകയാണ്. மிகவும் மகிழ்ச்சியோடு താൻ வந்திருக்கிறார். പറഞ്ഞു എന്തെന്ന് കേൾക്കണോ? அவர் சொன்னதன் காரியம் தெரியும். നിങ്ങൾ ഒരാഴ്ചയ്ക്ക് മുമ്പ് വന്ന് മുട്ടുമ്പോൾ ஒரு வாரத்துக்கு முன்பாக நீங்கள் வந்து வாசலில் தட்டும் பொழுது ജീവിത നൈരാശ്യത്താൽ ഞാൻ ആത്മഹത്യ ചെയ്യുവാൻ കയറ് കുരുക്കിട്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു. நான் வாழ்க்கையிலே ஏமாற்றம் அடைந்து தற்கொலை செய்யும்படியாக நான் கயிறை நான் கட்டி வைத்துக் கொண்டிருந்தேன். നിങ്ങൾ തന്ന ട്രാക്ട് ഞാൻ വായിച്ചു. ஆனால் நீங்கள் தந்த கைப்பிரதியை படித்தேன். എനിക്കൊരു രക്ഷകനെ ആവശ്യമെന്ന് തോന്നി. எனக்கு ஒரு രക്ഷകர் தேவை என்று நினைத்தேன். ഞാനത് ഏറ്റെടുത്തു. அதை நான் ஏற்றுக்கொண்டேன். എന്റെ പാപങ്ങളെ യേശുനാഥനോട് ഏറ്റു പറഞ്ഞു. பாவங்கள் எல்லாம் இயேசுவாண்டவரிடத்திலே அறிக்கை செய்தேன். അവൻ എന്നോട് ക്ഷമിച്ചു. அவர் என்னை மன்னித்தார். ഇതാ കുരുക്കിട്ട കയറ് കാണിക്കുകയാണ്. அவர் கட்டி வைத்த கயிறை காண்பித்தார். ഒരു പക്ഷേ സുവിശേഷൻ പേടിച്ചു കാണും ഇനി അടുത്തത് കയറ് കൊണ്ട് കെട്ടുകയാണോ എന്ന്. ஒருவேளை அந்த சுவிசேஷகர் பயந்திருப்பார் அந்த கயிற்றினால் என்னை கட்டுவாரோ என்று. അല്ല, അവൻ എന്താണ് പറഞ്ഞത്? அல்ல, அவர் சொன்னது என்ன? ഇതാ ആ കൊലക്കയറിൽ നിന്ന് അല്ല ആ മരണക്കയറിൽ നിന്ന് എന്നെ കുരുക്കിൽ നിന്നെ വിടുവിച്ചു. அந்த மரண கட்டிலே இருந்து மரண கயிற்றிலே இருந்து ஆண்டவர் என்னை விடுதலையாக்கினார். അവൻ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു. அவர் இயேசுவை രക്ഷകராக ஏற்றுக்கொண்டார். തന്റെ പോഷത്വമെല്ലാം ഏറ്റുപറഞ്ഞു. தம்முடைய மதியினத்தை எல்லாம் அறிக்கை செய்தார். ഇപ്പോൾ താൻ എന്താണ് പറയുന്നത്? இப்பொழுது அவர் என்ன சொல்கிறார்? ദൈവത്തിന് നന്ദി, നിങ്ങൾക്ക് നന്ദി എന്ന് പറഞ്ഞു. தேவனுக்கு நன்றி, உங்களுக்கும் நன்றி. പ്രിയ സ്നേഹിത, அருமையான நண்பனே, പ്രിയ സഹോദര, அருமையான சகோதரனே, ആരെങ്കിലും ഇങ്ങനെ വിഷമിക്കുന്നെങ്കിൽ, யாராவது இப்படியாக வருத்தமடைந்தால், ഈ നിലയിൽ ഭാരപ്പെടുന്നെങ്കിൽ, இந்த நிலவரத்திலே துக்கமடைந்திருந்தால், മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ കൈവശമുള്ള യേശു, மரணத்துக்கும் பாதாளத்துக்கும் உள்ள திறவுகோல் உடையவரான இயேசு രാത്രി നിന്നെ വിടുവിച്ച് இந்த இரவிலே உன்னை விடுதலையாக்கி മരണത്തെ നിനക്ക് ലാഭമാക്കി തരുവാൻ சாவுனுக்கு ஆதாயமாக மாற்றி தருவார். നിന്റെ സമീപത്ത് വന്നിട്ടുണ്ട്. அவருடைய சமீபத்திலே வந்திருக்கிறார். നാലാമതായിട്ട് நான்காவதாக യേശു മറ്റൊരു വാതിൽ തുറന്നു. இயேசு இன்னொரு வாசலை திறந்தார். ആ വാതിലിന്റെ പേരാണ്, அந்த வாசலின் பெயர்தான் സ്വർഗീയ വാതിൽ. பரலோக வாசல். ദൈവനാമം മഹിമപ്പെടുമാറാകട്ടെ. தேவநாம மகிமைப்படுவதாக. കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. ஆண்டவராய் உயிர்த்தெழுந்தார். സ്വർഗത്തിലേക്ക് കരയേറിപ്പോയി. പരമേറിனார். ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം ലൂക്കാ എഴുതിയ സുവിശേഷം 24-ാം അധികാരം 5-ാം വാക്യം വായിക്കുമ്പോൾ 5-ാം വചനത്തിലെ സ്ത്രീകൾ യേശുവിന്റെ കല്ലറയ്ക്കൽ പോയി. ஸ்திரீகள் இயேசுவின் கல்லறை அண்டை சென்றார்கள். ദൂതൻ എന്ന് പറയുകയാണ്, தூதன் என்று சொல்கிறார், ജീവനുള്ളവനെ മരിച്ചവരിലോ അന്വേഷിക്കുന്നത്, நீங்கள் ஏன் உயிருள்ளவரை மரித்தவர்களிடத்திலே தேடுகிறீர்கள்? അവൻ മുമ്പ് പറഞ്ഞതുപോലെ അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റു. அவர் முன்னமே சொன்னது போல இங்கே இல்லை, அவர் உயிர்த்தெழுந்தார். അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റു. அவர் இங்கே இல்லை, அவர் உயிர்த்தெழுந்து விட்டார். ഇത് ദൂതന്റെ സാക്ഷ്യമാണ്. இது தூதர்களின் சாட்சி. ഈ കർത്താവായ യേശു ക്രിസ്തു പിന്നീട് അനേകർക്ക് പ്രത്യക്ഷനായി. இந்த ஆண்டவராയ இயேசு இன்னும் அநேகருக்கு தரிசனமானார். താൻ ജീവിച്ചിരിക്കുന്നു എന്നവൻ വെളിപ്പെടുത്തി. தாம் உயிரோடு இருப்பதாக வெளிப்படுத்தினார்.
അപ്പോസ്തല പ്രവൃത്തി 1:11 വായിക്കുമ്പോൾ അപ്പോസ്തലരുടെ നടപടികൾ 1-ാം വചനത്തിലെ വീണ്ടും അവൻ ശിഷ്യന്മാരുടെ മധ്യത്തിൽ നിന്ന് സ്വർഗാരോഹണം ചെയ്തു. അവർ ശിഷ്യர்கள் നടുവിലെ ഇരുന്ന് പരമേറി ചെன்றார். ഇതാ ശിഷ്യന്മാർ നോക്കി നിൽക്കെ ദൂതൻ വിളിച്ചു പറയുകയാണ്, ശിഷ്യர்கள் അണ്ണാந்து பார்த்து கொண்டிருந்த பொழுது தூதன் வந்து சொல்கிறார், എല്ലാ പുരുഷന്മാരെ നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? ഗലീലയ പുരുഷர்களே நீங்கள் ஏன் இப்படி வானத்தை பார்த்து கொண்டிருக்கிறீர்கள்? അവൻ നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്തിരിക്കുന്നു. அவர் உங்களிடத்திலிருந்து வானத்திற்கு எடுத்துக்கொள்ளப்பட்டிருக்கிறார். ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തിനാണ് യേശു പോയത്? യേശു ஏன் சென்றார்? പ്രവൃത്തികളുടെ പുസ്തകം 7-ാം അധ്യായം 56-ാം വാക്യം വായിക്കുമ്പോൾ അപ്പോസ്തലരുടെ നടപടികൾ 7-ാം അധികാരം 56-ാം വചനത്തിലെ രക്തസാക്ഷിയായി മരിക്കുന്ന സ്തെഫാനോസിനെ കുറിച്ച് വായിക്കുമ്പോൾ രക്തസാക്ഷിയാക മരിച്ച സ്തെഫാനെ കുറിച്ച് പഠിക്കുമ്പോൾ മരണത്തിന് മുമ്പ് നെടുമുഴങ്കാൽ നിന്ന് കൈയുയർത്തി സ്വർഗത്തിലേക്ക് നോക്കി പ്രാർത്ഥിക്കുമ്പോൾ അവൻ താൻ മരിക്കും മുൻപാക മുഴങ്കാലിലെ നിന്റെ കരങ്ങളെ വിരിത്ത് അവൻ പരത്തെ നോക്കി ജപിക്കുമ്പോൾ അവൻ എന്താണ് കണ്ടത്? അവർ കണ്ടതുതാൻ എന്ന് സ്തെഫാനോസിന് വേണ്ടി സ്വർഗം തുറന്നിരിക്കുന്നു. സ്തെഫാനുക്കാക പരലോകം തിരക്കപ്പെട്ടത്. സ്വർഗം തുറന്നിരിക്കുന്ന കാഴ്ച അവൻ കണ്ടു. പരലോകം തിരഞ്ഞ കാഴ്ചയെ കണ്ടാർ. മനുഷ്യപുത്രന് തുല്യനായ ഒരുവൻ ഇതാ വലത്തുഭാഗത്ത് നിൽക്കുന്നത് കണ്ടു. മനുഷ്യകുമാരനുക്കൊപ്പാണ് അവർ ഇതോ ദൈവ മഹിമയിൽ വലതുഭാഗത്തിൽ നിൽക്ക കണ്ടാർ. പ്രിയ ദൈവത്തിന്റെ പൈതലേ, അരുമയാണ് ദൈവപിള്ളയെ, ഇത് നീ പരീക്ഷയിലൂടെ കടന്നു പോകുന്നു, ശോധനയൂടാക സെൽகிறாയോ, പോരാട്ടങ്ങളിലൂടെ കടന്നു പോകുന്നു, പോരാട്ടങ്ങളിലൂടാക സെൽகிறாയോ, ഇല്ല നിന്റെ നിലയിൽ നിന്റെ വാചകത്തിൽ ഇത് അഗ്നിശോധനയാന്ന് പറഞ്ഞേക്കാം. ഒരുവേളை ഉന്നിന്റെ നിലവരത്തിലെ ഉൻ വാർത്തയിലെ അഗ്നി ശോധന എന്ന് சொல்லக்கூடும். ഈ ശോധനയെ നീ ജയിച്ചാൽ, അഗ്നി ശോധനയെ മേற்கொண்டாൽ നിനക്കിതാ സ്വർഗം തുറക്കപ്പെട്ടിരിക്കുന്നു. പരലോകം ഉനക്കാക തിരക്കപ്പെട്ടിരിക്കുന്നത്. വെളിപ്പാട് 4:1 നമ്മൾ വായിക്കുമ്പോൾ വെളിപ്പെടുത്തുന്ന വിശേഷം 4-ാം അധികാരം 1-ാം വചനത്തിലെ ഇതാ പരിശുദ്ധാത്മാവ് യോഹന്നാൻ അപ്പോസ്തലന് പറയുകയാണ്, പരിശുദ്ധാവിയാനവർ യോവാനിടത്തിലെ சொல்கிறார், അവനെ കാണിച്ചു കൊടുക്കുകയാണ്, സ്വർഗം തുറന്നിരിക്കുന്നു, പരലോകം തിരക്കപ്പെട്ടதை കാണിക്കുകയാണ്. അപ്പോസ്തലനായ യോഹന്നാൻ കാണുകയാണ്, യോവാൻ അപ്പോസ്തലൻ அதை കാണിക്കുകയാണ്. ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതലേ, സ്വർഗം നിനക്ക് വേണ്ടി തുറക്കപ്പെട്ടിട്ടുണ്ട്. അരുമയാണ് ദൈവപിള്ളയെ, இந்த இரவிலே பரலோகம் உனக்காக திறக்கப்பட்டிருக்கிறது. നിന്റെ പ്രശ്നം, നിന്റെ ആവശ്യം എന്താണ്? உன்னுடைய பிரச்சனை, உன்னுடைய தேவை என்ன? യോഹന്നാൻ അപ്പോസ്തലനെ പോലെ നീ ഈജിയൻ കടലിൽ അവൻ ഭാരപ്പെട്ട് കഴിയുമ്പോൾ, അപ്പോസ്തലനായ യോവനെ പോലെ அந்த கடலின் நடுவிலே பாரப்பட்டு இருக்கும் பொழுது, അവൻ പത്മോസ് ദ്വീപിലായിരിക്കുമ്പോൾ, അവൻ പത്മദ്വീപിലെ இருக்கும் பொழுது ഇതാ സ്വർഗം തുറക്കപ്പെട്ട കാഴ്ച അവൻ കണ്ടു. വാനം തിരക്കപ്പെട്ട കാഴ്ചയെ കണ്ടാർ. ഇന്ന് രാത്രി പൈതലേ, നിനക്ക് വേണ്ടി സ്വർഗം തുറക്കുകയാണ്. പിള്ളയെ, இந்த இரவிலே பரலோகம் உனக்காக திறக்கப்பட்டிருக்கிறது. യേശു നിനക്ക് വേണ്ടി കടന്നുപോയിട്ടുണ്ട്. യേശു உனக்காக அங்கே சென்றிருக்கிறார். സ്വർഗത്തിന്റെ വാതിൽ നിനക്ക് വേണ്ടി തുറക്കപ്പെട്ടിട്ടുണ്ട്. பரலோக வாசல் உனக்காக திறந்திருக்கிறார். അതുകൊണ്ട് ആ പാട്ടുകാരൻ പാടിയത് കഷ്ടങ്ങൾ സാരമില്ല, ஆதலால் பாட்டுக்காரன் பாடுகிறான், பாடுகள் பரவாயில்லை, നഷ്ടങ്ങൾ സാരമില്ല, நஷ்டங்கள் பரவாயில்லை, വേദനകൾ സാരമില്ല, என் வேதனைகள் பரவாயில்லை. പൈതലേ, നിനക്ക് വേണ്ടി സ്വർഗം തുറക്കപ്പെടുന്നു. தேவப்பிள்ளையே, பரலோகம் எனக்காக திறக்கப்பட்டிருக்கிறது. ഈ മാർഗനിമിത്തം നീ സാമ്പത്തിക നഷ്ടത്തിലായിരിക്കുന്നുവോ? ஒருவேளை இந்த மார்க்கத்திலே நீ பொருளாதார நஷ்டத்தில் இருக்கிறாயோ, സാമ്പത്തിക നഷ്ടം തീർക്കുവാൻ സ്വർഗം വാതിൽ തുറന്നിട്ടുണ്ട്. பண இழப்பை தீர்க்கும்படியாக பரலோக வாசல் திறக்கப்பட்டிருக்கிறது. നിന്റെ പ്രശ്നത്തിന് ഇവിടെ പരിഹാരമുണ്ട്. உன் பிரச்சனை இங்கே தீர்க்கப்படும். ഹല്ലേലൂയ, ഹല്ലേലൂയ. അഞ്ചാമതായി യേശു മറ്റൊരു വാതിൽ തുറന്നു. ஐந்தாவதாக இயேசு ஒரு வாசல் திறந்தார். ആ വാതിലിന്റെ പേരെന്തെന്നറിയാമോ? இந்த வாசலின் பெயர் தெரியுமோ? ആ വാതിലിന്റെ പേരാണ് ഹൃദയമാകുന്ന വാതിൽ. இந்த வாசலின் பெயர்தான் இருதய வாசல். മനുഷ്യന്റെ ഹൃദയത്തെ மனிதனுடைய இருதயத்தை കർത്താവ് തന്റെ ആലയമാക്കാൻ ആഗ്രഹിക്കുന്നു. ஆண்டவர் தம்முடைய ஆலயமாக மாற்ற விரும்புகிறார். 1 കൊരിന്ത്യർ 3-ാം അധ്യായം 16-ാം വാക്യം, 1 കൊരിന്ത്യർ 3-ാം അധികാരം 16-ാം വചനം, 1 കൊരിന്ത്യർ 6-ാം അധ്യായം 19-ാം വാക്യം, 1 കൊരിന്ത്യർ 6:19, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നെന്നും അറിയുന്നില്ലയോ? நீங்கள் தேவனுடைய ஆலயம் என்றும் தேவனுடைய ஆவியானவர் உங்களுக்குள்ளே வாசமாய் இருக்கிறார் என்றும் அறியீர்களா? എന്നാൽ ഒരു കാര്യം നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ஆனால் கவனிக்க வேண்டிய ஒரு காரியம் என்னவென்றால், എല്ലാ വാതിലുകളും യേശു നിനക്ക് വേണ്ടി തുറന്നു തന്നു. எல்லா வாசலும் இயேசுவானவர் உனக்காக திறந்து வைத்திருக்கிறார். എന്നാൽ ഈ വാതിൽ അങ്ങനെ തുറക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ஆனால் இந்த வாசல் அப்படியாக திறக்க அவர் விரும்பவில்லை. വെളിപ്പാട് 3:20 നമ്മൾ വായിക്കുമ്പോൾ, வெளிப்படுத்தல் 3:20 പഠിക്കും பொழுது ലവോദിക്ക സഭയോട് പറയുകയാണ്, ലവോദിക്ക സഭയിടത്തിലെ சொல்கிறார், ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, இதோ வாசலை நின்று தட்டுகிறேன். അവൻ തട്ടിയോ ഇടിച്ചോ തുറക്കുകയില്ല. அவர் அதை பலமாக இடித்து அவர் திறப்பதில்லை. അധികാരികളെ കൊണ്ടൊന്ന് തുറക്കുകയില്ല. அவர் அதிகாரிகளை கொண்டு வந்து திறப்பதில்லை. നീ ശബ്ദം
കേട്ട് വാതിൽ തുറന്നാൽ, அந்த சத்தத்தை கேட்டு நீ வாசலை திறந்தால், ഞാൻ നിന്നോട് കൂടെ നിങ്ങളോട് കൂടെ അത്താഴം കഴിക്കും. நான் உன்னுடனே கூட போஜனம் பண்ணுவேன். പ്രിയ സ്നേഹിതാ സഹോദര, அருமையான நண்பனே, சகோதரனே, ഇന്ന് രാത്രിയിലെ ഹൃദയവാതിൽ തുറന്നു കൊടുക്കുമോ? இந்த இரவிலே இருதய வாசலை திறப்பாயோ? കർത്താവായ യേശു ബലമായി തുറക്കാൻ ആഗ്രഹിക്കുന്നില്ല. ஆண்டவராയ இயேசு அதை பலவந்தமாக திறக்க விரும்பவில்லை. എന്നാൽ നീ തുറന്നു കൊടുത്താൽ, ஆனால் நீயே திறந்தால், അവൻ നിന്റെ ഹൃദയത്തിൽ വസിപ്പാൻ ആഗ്രഹിക്കുന്നു. அவர் உன் இருதயத்துக்குள்ளே வந்து வாசம் பண்ண விரும்புகிறார். നിന്നെ തന്റെ മന്ദിരമാക്കാൻ ആഗ്രഹിക്കുന്നു. உன்னை தம்முடைய ஆலயமாக மாற்ற விரும்புகிறார். എന്താണ് യേശു പറഞ്ഞത്? இயேசு சொன்னது என்ன? യോഹന്നാൻ 10:9, யோவான் 10:9, ഞാൻ വാതിലാകുന്നു, நானே வாசல், എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും, என் மூலமாக பிரவேசிக்கிறவன் ரட்சிப்பை அடைவான். അവൻ അകത്ത് വരൂ, அவன் உள்ளே வருவான், അവൻ അകത്ത് പുറത്തു പോകും, வெளியே போவான், അവൻ മേച്ചൽ அவன் കണ്ടെത്തുകയും மேய்ச்சலை ചെയ്യും. கண்டடைவான். ഇന്ന് രാത്രി എത്ര പേർ இந்த ആഗ്രഹിക്കുന്നു? இரவில் எத்தனை பேர் விரும்புகிறீர்கள்? ഹൃദയം തുറന്നു കൊടുക്കുന്നെങ്കിൽ, இருதயத்தை திறந்து கொடுப்போமாக, പൂർണ്ണമായി ഏൽപ്പിക്കുമെങ്കിൽ, முழுவதுமாக ஒப்பு கொடுப்போமாக. കർത്താവായ യേശു നിന്റെ ഹൃദയത്തിൽ വാസം ചെയ്യാൻ ஆண்டவர் உன் இருதயக்குள்ளே வாசம் பண்ண விரும்புகிறார். അവൻ നിന്നെ തന്നെ മകനും മകളുമാക്കുവാൻ உன்னை ആഗ്രഹിക്കുന്നു. தன்னுடைய குமாரனாக குமார்த்தியாக மாற்ற അവൻ விரும்புகிறார். തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവിനാൽ നിന്നെ നിറയ്ക്കാൻ ആഗ്രഹിക്കുന്നു. திருத்தத்திலே மூன்றானவராகிய பரிசுத்தாவியினாலே உன் இருதயத்தை நிரப்ப விரும்புகிறார். ഈ തുറന്ന വാതിലുകൾ എന്ന് പറയുന്നത് இந்த திறக்கப்பட்ட வாசல்கள் என்று சொல்லும் பொழுது, കർത്താവായ യേശു സ്നേഹിത നിനക്ക് തരുന്ന ഓരോ അവസരങ്ങളായി ഏറ്റെടുക്കുക. அருமையான நண்பனே, இயேசு உனக்கு தரும் ஒவ்வொரு தருணங்களாக ஏற்றுக்கொள்வாயாக. അത് നീ അവഗണിക്കരുത്. அதை நீ புறக்கணிக்க வேண்டாம். ഈ കൺവെൻഷന്റെ പ്രഥമ രാത്രി നിനക്കൊരു അവസരം തരികയാണ്. இந்த கன்வென்ஷனின் முதலாம் இரவிலே உனக்கு ஒரு தருணத்தை தருகிறார். പ്രവാചകനായ യോനായെ നമുക്ക് നോക്കാം. யோனா தீர்க்கதரிசியை பார்ப்போம். അവൻ അവസരം അവഗണിച്ചു കളഞ്ഞു. அவன் அந்த தருணத்தை புறக்கணித்தான். അവൻ തർശീസ് കപ്പലിനെ നോക്കി യാത്ര ചെയ്തു. தார்சீஸ் கப்பலுக்கு நேராக பயணம் செய்தான். അവനെ ദൈവം അയച്ചത് നിനവയിലേക്കാണ്. தேவன் அவனை நினிவேக்கு அனுப்பினார். പക്ഷേ അവൻ എന്താണ് ചെയ്തത്? ஆனால் அவன் என்ன செய்தான்? ഈ ലോകത്തിന്റെ സുഖസൗഖ്യങ്ങൾ തേടിപ്പോയി. லோகத்தின் வசதி வாய்ப்புகளை தேடி போனான். യോനാ വലിയ അപകടത്തിലേക്കാണ് നീങ്ങുന്നതെന്ന് അവൻ കരുതിയില്ല. யோனா பெரிய ஆபத்துக்குள்ளே செல்வதை அவன் அறிந்திருக்கவில்லை. രാത്രി ഞങ്ങൾ നിങ്ങളോട് പറയുന്നു, இந்த இரவிலே உங்களிடத்தில் நாங்கள் சொல்கிறோம், അനുസരണം കെട്ടവർക്ക് നേരെയുള്ള ദൈവത്തിന്റെ പ്രസംഗമാണ് കാറ്റും കൊള്ളക്കവും. கீழ்ப்படியாமை காண்பித்தவனுக்கு நேரான தேவனுடைய பிரசங்கம் தான் அந்த பலமான காற்றும் கொந்தளிப்பும். കാറ്റും കൊള്ളക്കവും കടലിലുണ്ടായി. அந்த பலத்த காற்றும் கொந்தளிப்பும் கடலிலே வந்தது. എന്നിട്ട് നിനക്ക് അവസരം തന്നു, നീ യഥാസ്ഥാനപ്പെട്ടില്ല. உனக்கு தருணத்தை தந்த பொழுதிலும் நீ சீர்பொருந்தவில்லை. ഇന്ന് രാത്രി ഞങ്ങൾ പറയുന്നു, ദൈവപൈതലെ യഥാസ്ഥാനപ്പെടുക. இந்த இரவிலே நாங்கள் சொல்கிறோம், தேவ பிள்ளையே சீர்பொருந்துவாயாக. പിന്മാറ്റത്തിലിരിക്കുന്ന പൈതലെ നീ യഥാസ്ഥാനപ്പെടുക. பின்மாற்றத்தில் இருக்கிற தேவ பிள்ளையே சீர்பொருந்துவாயாக. നിനക്ക് തന്നിരിക്കുന്ന അവസരങ്ങൾ പാഴാക്കാതിരിക്കുക. தந்திருக்கும் தருணத்தை பாழாக்க வேண்டாம். അനുദപിക്കുക, ഏറ്റുപറയുക, மனஸ்தாபப்படு, அறிக்கை செய். താമസിക്കരുത്, കർത്താവിലേക്ക് തിരിയുക. காலம் தாமதம் பண்ணாமல் ஆண்டவரை நோக்கி திரும்பு. അങ്ങനെയെങ്കിൽ വാതിൽ നിനക്കായി തുറക്കപ്പെടും. அப்படி என்றால் வாசல் உனக்காக திறக்கப்படும். നിശ്ചയമായി നിനക്ക് ആശ്വാസം ഉണ്ടാകും. நிச்சயமாக நீ ஆறுதலை பெறுவாய். ഇനിയും പല വാതിലുകളെ കുറിച്ച് പറയുവാനുണ്ട്. இன்னும் அநேக வாசலை குறித்து சொல்ல உண்டு. ഇതാ എനിക്ക് വലിയതും സഫലമായൊരു വാതിൽ തുറന്നിരിക്കുന്ന അപ്പോസ്തലൻ പറയുന്നു. அப்போஸ்தலன் சொல்கிறார், எனக்கு முன்பாக விசாலமான பலனுள்ள வாசல் திறக்கப்பட்டிருக்கிறது. കൃപയുടെ വാതിൽ എന്ന വാതിലുണ്ട്. கிருபையின் வாசல் என்னும் வாசல் உண்டு. മത്തായിയുടെ സുവിശേഷം 7:13-14 വാക്യങ്ങളിൽ மத்தேயு 7:13-14 வசனங்களிலே ഇടുക്ക് വാതിലുണ്ട്, വിശാല വാതിലുണ്ടെന്ന് പറയുന്നു. இடுக்கமான வாசலும் விசாலமான வாசலும் உண்டு. നാശത്തിലേക്ക് പോകുന്ന വാതിൽ വിശാലമാണ്, വീതിയുള്ളതാണ്. கேட்டுக்கு செல்லும் வாசல் அது விசாலமாக இருக்கிறது, விரிவாக இருக்கிறது. അനേകർ അതിലൂടെ കടന്നു പോകുന്നു. அநேகர் அதனூடாக செல்கிறார்கள். പക്ഷെ നാശത്തിലേക്കാണ് ചെല്ലുന്നതെന്ന് അവർ അറിയുന്നില്ല. ஆனால் கேட்டுக்கு செல்வதை அவர்கள் அறியவில்லை. എന്നാൽ അവിടെ തന്നെ ഒരു ഇടുക്ക് വാതിലുണ്ട്. ஆனால் அங்கே ஒரு இடுக்கமான வாசல் உண்டு. അത് ജീവങ്കലേക്ക് പോകുന്നതാണ്. அது நித்திய ஜீவனுக்கு செல்லும் வாசல். വഴി ഞെരുക്കമാണ്. அந்த வழி இடுக்கமானது. അത് കണ്ടെത്തുന്നവർ ചുരുക്കമാണ്. அதை കണ്ടറിகிறவர்கள் சுருக்கம். ഇന്ന് രാത്രി നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. கண்களை மூடுவோம். പ്രിയ സ്നേഹിതരെ, அருமையான நண்பனே, പ്രിയ ദൈവമക്കളെ, அருமையான தேவ பிள்ளைகளே, നിങ്ങൾ ആരെങ്കിലും நீங்கள் யாராவது ദൈവത്തിന്റെ ആലോചന നിരസിക്കുന്നെങ്കിൽ, ஆண்டவருடைய ஆலோசனை புறக்கணித்தால், അവസരങ്ങൾ പാഴാക്കി കളഞ്ഞെങ്കിൽ, சந்தர்ப்பங்களை தருணங்களை பாழாக்கி விட்டால், യഥാസ്ഥാനപ്പെടുവാൻ
நீங்கள் சீர்படுத்தும்படியாக മടങ്ങി വരുവാൻ திரும்பி வரும்படியாக ഇതാ ഒരു വാതിൽ തുറന്നിരിക്കുന്നു. இதோ உங்களுக்காக ஒரு வாசல் திறக்கப்பட்டது. കൃപയുടെ വാതിലാണ്. இதுவே கிருபையின் வாசல். ഇത് വിശാലമായി തുറന്നിട്ടുണ്ട്. இதை உங்களுக்காக விரிவாய் திறந்து வைத்திருக்கிறார். അധിക നാൾ കാണുമെന്ന് പ്രതീക്ഷിക്കരുത്. இது நீண்ட நாட்கள் இருக்கும் என்று எதிர்பார்க்க வேண்டாம். ഈ കൃപയുടെ വാതിൽ അടഞ്ഞു കഴിഞ്ഞാൽ, இந்த கிருபையின் வாசல் அடைக்கப்பட்டால் കഠിനമായ ന്യായവിധി വരാൻ ஒரு പോകുകയാണ്. கொடுமையான நியாய தீர்ப்பு வரும். കൃപയുടെ വാതിലടയുന്ന ലക്ഷ്യങ്ങൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നു. கிருபையின் வாசல் அடையும் லட்சணங்களை காண்கிறோம். ഇന്നത്തെ യുദ്ധവും യുദ്ധശ്രുതിയും ക്ഷാമവും എല്ലാം അതിനെ വിളിച്ചറിയിക്കുന്നു. யுத்தத்தின் செய்திகள் பஞ்சங்கள் எல்லாம் அதை சுட்டிக்காட்டும். യേശു വരാറായി. இயேசு வரப்போகிறார். കാഹളം ധ്വനിക്കാറായി. எக்காலம் துணிக்க போகிறது. സ്വർഗ്ഗവാതിലുകൾ നിനക്ക് വേണ്ടി തുറക്കപ്പെട്ടിട്ടുണ്ട്. பரலோக வாசல் இது உனக்காக திறக்கப்படும். പ്രിയ യൗവനക്കാരെ, அருமையான வாலிபர்களே, പ്രിയ സഹോദരി സഹോദരന്മാരെ, அருமையான சகோதர சகோதரிகளே, ദൈവ ജനങ്ങളെ, தேவ ஜனங்களே, കർത്തൃ ശുശ്രൂഷകരെ, ஆண்டவருடைய ஊழியர்களே, അവസരങ്ങൾ പാഴാക്കാതെ മുൻപോട്ട് പോകാം. சந்தர்ப்பங்களை வீணாக்காமல் முன்னேறி செல்வோம். ആരെങ്കിലും യോനയെ പോലെ ആയിരിക്കുന്നെങ്കിൽ அந்த யோனாவை போல நாம் இருப்போம் என்றால் രാത്രി മടങ്ങി വരിക. இரவிலே திரும்பி வருவோம். കർത്താവായ യേശു നിന്നെ സ്നേഹിക്കുന്നു. ஆண்டவர் உன்னை நேசிக்கிறார். അവൻ നിന്നെ വിളിക്കുന്നു. அவர் உன்னை அழைக்கிறார். അവൻ നിന്നെ അനുഗ്രഹിപ്പാൻ പോകുകയാണ്. அவர் உன்னை ஆசீர்வதிக்க போகிறார். ഈ ആരാധന ഒടുവിൽ, இந்த ആരാധന கடைசியில், ഈ വചന ശുശ്രൂഷയുടെ ഒടുവിൽ வசன ஊழியத்தின் ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നിൽ ക്രിയ ചെയ്യാൻ പോകുകയാണ്. ஆவியானவர் கிரியை செய்ய ഒരു போகிறார். വലിയ ഉണർവുണ്ടാകാൻ பெரிய പോകുകയാണ്. எழுப்புதல் உண்டாக போகிறது. അനേകർക്ക് പുതിയ അഭിഷേകം കിട്ടാൻ പോകുകയാണ്. அநேகர் புதிய அபிஷேகத்தை பெறுவோம். നമുക്ക് എല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് கொஞ்ச നിൽക്കാം. நேரம் எழுப்பி நிற்போம். ദൈവ കൃപയിൽ ആശ്രയിക്കാം. தேவ கிருபையிலே சார்ந்து கொள்வோம். കർത്താവ് നമ്മുടെ മധ്യേ നടകൊള്ളുന്നു. ஆண்டவருடைய மத்தியிலே உலாவுகிறார். കാൽവറി കുരിശിലൂടെ വിജയം നൽകിയ കർത്താവ് கல்வாரி சிலுவை மூலமாக வெற்றி தந்த ஆண்டவர் വാതിലുകൾ വിശാലമായി തുറന്നിരിക്കുന്നു. வாசலை விரிவாய் திறந்திருக்கிறார். ആ സ്വർഗവാതിലിനെ കുറിച്ച് ഒരു ദർശനം നിനക്കുണ്ടാകട്ടെ. அந்த பரலோக வாசலின் தரிசனத்தை பெற்றுக் கொள்வாயாக. കഷ്ടങ്ങളെല്ലാം തീരാറാ. காடுகள் முடிவடைய போகிறது. നിന്റെ വേദനകളെല്ലാം തീരാറാ. உன் வேதனைகள் தீர போகிறது. നീ യേശുപടമാണ്ടവനെ മുഖസൗന്ദര്യത്തോടെ കാണാൻ പോകുകയാണ്. இயேசு ராஜாவை அழகான முகத்தோடு தரிசிக்க போகிறாய். വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവീ. வாசல்களே தலைகளை உயர்த்துங்கள். പണ്ടേ ഉള്ള കഥകളെ ഉയർന്നിരുപ്പീ. முன்னமே இருக்கதான வாசலே நீங்கள் கதவுகளை திறவுங்கள். മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. மகிமையின் ராஜாவு பிரவேசிப்பாராக. രാത്രി മീറ്റിംഗിന്റെ ഒടുവിൽ இந்த இரவிலே கூட்டத்தின் கடைசியிலே മഹത്വത്തിന്റെ രാജാവ് നിന്നിലേക്ക് ഇറങ്ങി വരുന്നു. மகிமையின் ராஜாவுக்குள்ளே வருகிறார். നിന്റെ ഹൃദയത്തിന് രൂപാന്തരം വരുത്തുന്നു. இருதயத்தை மறுவப்படுத்துகிறார். നിന്റെ മനസ്സിന് അവൻ കുളിർമ തരുന്നു. மனதிற்கு அவர் குளிரை தருகிறார். നിന്റെ ശരീരത്തിന് സൗഖ്യം തരുന്നു. சரீரத்துக்கு சுகத்தை தருகிறார். പൈശാചിക ബന്ധങ്ങൾ അഴിഞ്ഞു പോകുന്നു. பிசாசின் கட்டுகள் அவிழ்க்கப்படுகிறது. രോഗത്തിന്റെ ബന്ധനങ്ങൾ வியாதி അഴിയുന്നു. கட்டுகள் அவிழ்கிறது. എല്ലാവരും ആത്മശക്തി ഇടം കൊടുക്കുന്നു. எல்லோரும் ஆவியின் வல்லமை கிடம் கொடுப்போம். തട്ടി ആരാധിക്കുവിൻ. கரங்களை தட்டி ஆராதிப்போம். ആത്മശക്തിയാൽ നിറയുവിൻ. ஆவியின் பலத்தினால் நிரம்புவோம். ദൈവ കൃപ അനുഭവിപ്പിൻ. கிருபை அனுபவிப்போம். എല്ലാവരും വായ് തുറന്നാട്ടെ. யாவரும் வாயை திறப்போம். കൈകളെ തട്ടി ദൈവത്തെ സ്തുതിച്ചാട്ടെ. கரங்களை அடித்து தேவனை துதிப்போம். ആത്മാവ് നിറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ஆவியிலே நிரம்பி துதிப்போம். എല്ലാവരുടെ മേലും അഭിഷേകം ഇറങ്ങട്ടെ. யாவர் மேலும் அபிஷேகம் இறங்கட்டும். വാതിൽ നിനക്ക് വേണ്ടി തുറക്കപ്പെട്ടിരിക്കുന്നു. உனக்காக வாசல் திறக்கப்பட்டிருக்கிறது. കൃപയുടെ വാതിൽ അടയുന്നതിന് മുമ്പ് கிருபையின் வாசல் அடையும் முன்னே സമൃദ്ധിയായി പ്രാപിച്ചുകൊള്ളുവിൻ. സമൃദ്ധി நிறைவாய் பெறுவோம். അധികമായി പ്രാപിച്ചുകൊള്ളുവിൻ. மென்மேலும் பெற்றுக் கொள்வோம். ബന്ധനങ്ങൾ അഴിഞ്ഞു പോകുന്നു. கட்டுகள் அவிழ்கிறது.